എടാ മുത്തേ നമ്മൾ GTA അണ്ണൻ്റെ കാറും കൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ റൂം ഇതാണ്ട് എവിടെയാണ് നിൽക്കുന്നത് കടല്ല മൗണ്ടെയിന് മുത്തേ മൗണ്ടെയിന് ഓ ചാക്കോച്ചെ കേരളക്കരേര സ്വന്തം ബെസ്റ്റി എത്തിയിട്ടുണ്ടേ മുത്തേ ഫസ്റ്റ് തന്നെ വെൽക്കം മച്ചാ എടാ ഞാൻ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിടാൻ പറ്റി ഇവിടെ വല്ല പാർക്കാക്കാൻ വല്ല സ്ഥലമുണ്ടോ എടാ ഞാൻ എത്തി മുകളിലോട്ട് ഇങ്ങോട്ട് എവിടെയെങ്കിലും ഞാൻ ഒന്ന് പോയിക്കോട്ടെ ഇത് നല്ല സ്ഥലമാണ് കേട്ടോ ഇത് നല്ല സ്ഥലമാണ് എടാ ഞാൻ ഇവിടെ ഒന്ന് പോയിട്ട് നിൽക്കാൻ പോകണേ കേസ് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഈ റോഡിലൊക്കെ ഭയങ്കര സ്ഥലം കുറവാണ് ഇടുങ്ങിയ ഇടമാണ് മനസ്സിലായില്ലേ എല്ലാവരും കൂടെ വന്ന് കയറിയ പിന്നെ ലൊട്ട അടിച്ച് പറയണ്ട മനസ്സിലായില്ലേ ഗൈസ് ലൊട്ട അടിക്കുക അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് എന്താണ് ഇതവിടെ പോയിട്ട് നിൽക്കാൻ പോവാണ് നിങ്ങളെല്ലാവരും അങ്ങോട്ട് വന്നു നമുക്ക് അവിടെ നിന്നിട്ട് ട്രിപ്പ് അടിക്കാം ക്യാരവാൻ കൂട്ടരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നോളൂ മച്ചാന്മാരെ സീരിയസ്ലി മച്ചാൻ ഞാൻ ക്യാരവൻ എടുത്ത് വന്നതാണ് ഓക്കേടാ ബെസ്റ്റി ഓക്കെ മച്ചാ ഓക്കെ ബെസ്റ്റി മച്ചാ മുത്തേ ബെസ്റ്റിയുടെ ക്യാരവൻ എന്തായാലും എനിക്ക് കാണാം എന്തൊക്കെയായിരുന്നു ലോകത്തുള്ള എല്ലാ കോഴിയുടെ പടം വയ്ക്കാറും കാണും എന്തായാലും ചുമ്മാ നോക്കാം ചുമ്മാ എന്തായാലും നോക്കാം ഗൈസ് എന്തായാലും കൊള്ളാം എടാ കുറേ പേരുണ്ടാ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ ഓർക്കണം കുറച്ച് പേരുണ്ട് അതിലൊന്നാണ് വരും ബെസ്റ്റിയൊക്കെ മനസ്സിലായില്ലേ എന്തായാലും കൊള്ളാം എടാ ഓക്കെ വെൽക്കം കേട്ടോ എല്ലാവരും വന്നോ വെൽക്കം എല്ലാവർക്കും വെൽക്കം ഞാൻ ഇപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞാ എൻ്റെ കഷ്ടത തന്നെ ഇവിടെ ഇതുണ്ട് കേട്ടാ ഭാഗ്യം ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്രയും വളച്ചു കൊണ്ടുവരില്ലായിരുന്ന ഇടിക്കല്ലേടാ പിടയ്ക്കാതിരി ഞാൻ പോവല്ലേ നീ എന്ത് പിടയ്ക്കണ നീ വെയിറ്റ് ആക്ക് നീ ഇടിക്കല്ലേ മച്ചാ സീരിയസ്ലി ഇടിച്ചാൽ നിൻ്റെ വണ്ടിയും തോലെ എൻ്റെ വണ്ടിയും തോലെ നീ എന്തിനാണ് പിടയ്ക്കണ എന്തായാലും പോട്ടങ്ങോട്ട് ഇങ്ങോട്ട് വെച്ച് പിടിക്കട്ടെ ഓ നാരൻ ഇന്നേക്കും ഒരു നാരൻ പാട്ടിൻ്റെ വരി മറന്നു ആദ്യത്തെ ഓഹോ നാരൻ ഇത് നാരൻ എന്തരാണ് പാട്ടിൻ്റെ വരി മറന്നത് സീരിയസ്ലി മുത്തേ പടമൊന്നും കാണാക്കില്ല എന്തായാലും നോക്കാം അവിടെ ഇവിടെ കൊണ്ടേ ഒതുക്കാൻ പോകണം മുത്തേ ഒരു നരൻ എന്തൊക്കെയാണ് എൻ്റെ വരി ഇന്ന് മറന്നും പോയാൽ എന്തിനും ഒരു വരന എന്താ വരനല്ല നരൻ എന്തരാ ഒരു വരിയായിരുന്നത് നിൽക്കേ ഓക്കെ ബെസ്റ്റി വെച്ചാ എടാ ലൊട്ട വന്നാ നോക്കട്ടെ കേലിയോ നാറൂട്ടോ ചാക്കോച്ചൻ തൊപ്പി ഇപ്പോൾ ഇന്നലെ തൊട്ട് കൂടുതലായിട്ടുണ്ട് എടാ പേരില്ലാത്തവനും വേണ്ട പേരില്ലാത്ത വേണ്ട നീ ഇപ്പോൾ പേരിട്ടിട്ട് വന്നാൽ നിൻ്റെ റൂമിൽ കയറ്റാം നീ പേരിടാതെ ഒരുത്തന്നെ വേണ്ട കേട്ടോ മുത്തേ സീരിയസ്ലി പറയണ്ട പേര് പ്ലെയർ 1 2 3 അങ്ങനത്തുള്ളമാർ വരണ്ട കേട്ടോ സീരിയസ്ലി അങ്ങനത്തുള്ളമാർ വേണ്ട പേരിട്ടിട്ട് വാ അപ്പം ഞാൻ നോക്കാം പേരിട്ടിട്ട് വന്നാൽ കയറ്റാം ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളെല്ലാവരും വന്നോ കേട്ടോ കേസ് റൂമർ വൈറ്റ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ അവനെ ഇതാരുടെ മൊത്തം പണം എഴുതി വെച്ചേക്കണ് എടാ പ്ലെയർ എന്ന് കാണല്ലേ വേറെ എന്ത് കിടന്നാലും മുത്തേ അത്ര മനസ്സിലായില്ലേ സൈക്കോ ഹാസ്റ്റ് വേണ്ട അടുത്ത റൂമിൽ ഉണ്ട് അത് ഞാൻ നോക്കിയില്ല ബാക്കിയെല്ലാം നോക്കി ഇത് മാത്രം നോക്കിയില്ല എടാ എല്ലാവരും ഞാൻ ഇവിടെ ഉണ്ട് വന്നായിരുന്നു അതിൻ്റെ ഇടയിൽ നരയെന്നാ എടാ എനിക്ക് നരയില്ല ഇത് എനിക്ക് മനസ്സിലായില്ല എടാ ഇവന് എഴുതാനും വായിക്കാനും അറിഞ്ഞുകൊടുന്നു കേട്ടാ എടാ ഇവന് എഴുതാനും വായിക്കാനും അറിഞ്ഞൂടാ നിനക്ക് നീ സ്കൂളിലൊന്നും പോയില്ല എന്തിനും നരയെന്നാ എടാ എനിക്ക് നരയൊന്നുമില്ല എടാ എനിക്ക് നരയൊന്നുമില്ല എടാ ആര് നീ ആര് കണ്ണാടിയാടാ എൻ്റെ വീട്ടിലാ ഈടാ അവൻ പറഞ്ഞു കേട്ടാ നരയെന്ന് എടാ എനിക്ക് മുടി നരയൊന്നുമില്ല അവൻ കള്ളം പറയണോ പച്ചക്കള്ളൻ എന്തൊരു പറയണോ ഇവനൊക്കെ ആര് നരേ എടാ ഇതാര് ഞാൻ ഇടയിൽ ഒട്ട കാണിച്ച എന്തൊക്കെയാണ് എനിക്ക് നരയെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞു കിക്കാക്കായിരിക്കാൻ വേണ്ടിയിട്ട് ഇവനൊക്കെ ബുദ്ധിയില്ലാത്ത വേണ്ടായി അല്ല അപ്പം എന്തിനു പറയാം ഏതാ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു ചേർക്കാൻ സത്യമായിട്ടും പറയല്ല നരയെന്ന് ഇല്ല നരയല്ല പോടാലോട്ടെ ഇവിടെ വലിയ കാര്യങ്ങളായിട്ട് നിൽക്കുമ്പോൾ നിൻ്റെ നര ചാറ്റ് ഇതുവരെ ഒന്ന് നോക്കാൻ പോലും സമയം കിട്ടി ഇവിടെ വീണ്ടും വന്ന് കാണും നരയുടെ ബാക്കി ചെയ്താൻ വേണ്ടിയിട്ട് വെള്ള നര നെയ്താൻ വേണ്ടി വന്നിട്ടാണ് നമ്മുടെ നരയുടെ പൂർണ്ണ വെള്ള നര നെയ്താൻ വേണ്ടിയിട്ടുണ്ടേ നോക്കിക്കോണേ ഈ പ്ലെയർ നീ വേണ്ട പ്ലെയർ 0-10 വേണ്ട ഇതിൻ്റെ അകത്ത് നീ പേരിട്ടിട്ടോ എങ്കിൽ കയറ്റാം മുത്തേ പേരില്ലാത്ത ഒരുത്തനെയും കയറ്റില്ല അങ്ങനെയാണ് സ്കാമേഴ്സ് അങ്ങനെയാണ് പറഞ്ഞത് നീ ഇപ്പോൾ സ്കാം ചെയ്യേണ്ട സബ്സ്ക്രൈബേഴ്സിന് പിന്നെ അവിടെ ഇവിടുത്തെ കാര്യങ്ങൾ സെറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് കടക്കാം കേട്ടോ ഗൈസ് അതോ റിച്ച് ബെല്ലാരിയാ ഓക്കെ ബെല്ലേ റൈറ്റ് അബ്ദു വന്നിട്ടുണ്ട് എടാ എല്ലാവരും പാർക്കാക്കി ലൊട്ട കാണിക്കല്ലേ പോടാ നരയെന്ന് എടാ എനിക്ക് നരയൊന്നുമില്ല പോടാ ബുദ്ധിയില്ലാത്ത ലൊട്ടെ എല്ലാവരും പാർക്കാക്ക്
എന്നിട്ട് ട്രിപ്പ് അടിക്കാം. ബുദ്ധിയില്ലാത്തവനൊക്കെ റൂമിൽ കയറി എന്ത് ചെയ്യാനാണ് നരേന്ദ്രമോദി എടാ എനിക്ക് അറിഞ്ഞു കേട്ടോ ചെറുക്കൻ എന്നാമത് വിദ്യാഭ്യാസം ഇല്ലാത്തതൊരു കൊച്ചു വാണോണവൻ. സത്യം പറയില്ല, അതാണ് ഇങ്ങനെ ഒന്ന് എന്തിനാ പറഞ്ഞു പോയി. എനിക്ക് സത്യമായിട്ട് മനസ്സിലായില്ല, സത്യമായിട്ടും പറയല്ല. എന്തൊരു എനിക്ക് നരയൊന്നുമില്ല, പച്ചക്കള്ളാൻ. പിന്നെ കൊച്ചു എനിക്ക് വയസ്സ് ഉത്തരയാണ്, എനിക്ക് നരേ കൊച്ചു പയ്യനാണ് ഞാൻ, മനസ്സിലായില്ലേ? നര എന്ത് ആരെൻ്റെ വേവയാരെൻ്റെ വീട്ടിലെ കണ്ണാടിയ എന്തൊക്കെ പറയണമെന്നാണ് റൂമിൽ. വിദ്യാഭ്യാസവും ഇല്ല, വന്നേക്കണം ലോട്ട. എടാ പേരില്ലാത്ത ഏവനെങ്കിലും വന്നിട്ടുണ്ടോ എങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നു നോക്കിയോ. റെഫാരി ഏതാറാ നീ? ഓക്കെ ഇനി ട്രിപ്പാ 20 പേര് വന്നിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. ലീസ് ഗോ ട്രിപ്പ്. എടാ ഗിൽഡ് കൂടുന്ന ഞാൻ കയറണോ ഗൈസ്? എടാ നിൻ്റെ വണ്ടി നമ്മൾ നേരത്തെ കയറിയപ്പോൾ മാജിക്ക് സംഭവിച്ചു. ഞാൻ തൽക്കാലത്തേക്ക് അബ്ദുവിൻ്റെ കയറണോ? നമ്മൾ കയറാത്തവരെ കയറണോ? ഗിൽഡ് കൂടുന്ന കയറണോ? കുഴപ്പമില്ല. അങ്ങനെ ഒരു കാര്യം നമുക്ക് തൽക്കാലം ഇപ്പോൾ ഫസ്റ്റ് ഡ്യൂഡിൻ്റെ കയറണോ? നറൂട്ടോ ഇവിടെ കൊണ്ട് അടിച്ചോണ്ട്. എടാ നറൂട്ടോ കയറിയാല? നറൂട്ടോൻ്റെ കയറാം. നമ്മൾ ഇന്നലെ ഈ വണ്ടിയുടെ റിവീലിങ്ങിന് കൂടെ പോയാൽ എന്തായാലും തൽക്കാലം ഇതിൽ ട്രിപ്പ് അടിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും കയറുമായാലും ഞാൻ കയറും. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം വെച്ചാൽ നിങ്ങളെല്ലാവരും ഒന്നാമത് പാർക്കാക്കണം, രണ്ടാമതൊന്നും ഇല്ല, പാർക്കാക്കണം ആദ്യം മര്യാദയ്ക്കൊന്നും, അത് മതി. എങ്കിലേ ഫോട്ടോ എടുക്കാൻ പറ്റൂ, മനസ്സിലായില്ലേ? വേറെ എന്തൊക്കെ വേണം? ഞാൻ വണ്ടി കയറി ട്രിപ്പ് പോയതിന് ശേഷം ചാറ്റ് വെക്കാം. ഓ തൊപ്പി വരെ കൊണ്ടുവന്നേരം തൊപ്പി ഉണ്ടടാ. തൊപ്പിയുടെ കയറാൻ കണ്ട ശേ കയറടാ പിടക്കേടാ. ഞാൻ ഒന്ന് ഫോട്ടോ എടുത്തോട്ടാ, തമ്പനയിൽ വേണ്ടടാ. പിന്നെ കയറട്ട് ഓക്കെ കയറാം. ഓ ഇത്ര പേരല്ലേ മച്ചാമാരെ? സൂയി വാ വന്നോ. ഇതല്ല, ഇത് തന്നെ. ഇവിടെ ഡോർ എവിടെയാണ്? ഇതിന് ഡോറില്ലേ? എടാ നിങ്ങൾ ഇത്രയും ക്യാരവാനിൽ പറഞ്ഞാൽ വേറെ കാറിലും ലൊട്ടയിൽ നിന്ന് മാറില്ല ഇത്രയും ഉണ്ടായിട്ട് കാർ എന്നോ നോക്കിയോ? നിനക്ക് എടുത്ത് ഞാൻ വിളി അറിയാം നോക്കിയോ. എടാ ഇതിന് ഡോറില്ല. ഡോറില്ല ഇതിന് ഡോറില്ല. ഇതെന്തൊരു കടന്നൽ കൂടാ? ഇവിടെ ആയിരുന്നല്ലേ, ചുമ്മാ അല്ല. എടാ സ്പാം മിന്നലെ സ്പാം പറഞ്ഞുണ്ട് മുത്തേ. നീ ഇപ്പം ഇവന് ടൈം ഔട്ട് കൊടുത്തില്ലേ മച്ചാ? കിക്ക് വേണ്ട മുത്തേ, സീരിയസ്ലി. ലൊട്ട നമ്മൾ ഇതാണ് ഞാൻ പറയുന്നത്, ആവശ്യ സമയത്തൊന്നും കാണൂല മുത്തേ, സീരിയസ്ലി മുത്തേ. പ്രവർത്തിയില്ല മുത്തേ, നിൻ്റെ ജോബ് ചെയ്യും മുത്തേ, സീരിയസ്ലി. ഐ ചേഞ്ച് മൈ നെയിം ചേഞ്ച് ചെയ്തെങ്കിൽ വന്നോ, കുഴപ്പമില്ല, അത്രേ എനിക്ക് പറയുള്ളൂ. എടാ എൻ്റെ റൂമിൽ കയറാൻ പറ്റില്ലടാ, എനിക്ക് മാത്രം ഈ വണ്ടിയിലോട്ട് നിൽക്കേ കയറാൻ പറ്റില്ല. കറണ്ടാ. എടാ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഈ വണ്ടി കയറാൻ പറ്റാത്ത രീതിയിലാക്കിയിട്ടുണ്ടേ മുത്തേ, സീരിയസ്ലി പറയാല്ല. ഇതെന്തൊരു സംഭവിച്ചാ? ഇതിപ്പോൾ എന്തൊരു സംഭവിച്ചാ? ലൊട്ട ആരുടെ കാണിച്ചോ മുത്തേ? ലൊട്ട കാണിച്ചോ? എൻ്റെ ലൊട്ട പൊട്ടിട്ട് ഇത്രേ ഉള്ളൂ, ശാപം വിട്ടത്. അങ്ങനെയല്ലടാ മുത്തേ, പറഞ്ഞതേ ഉള്ളൂ. എടാ എന്നെ കയറാൻ സമയക്കില്ല, നിങ്ങൾ എന്താ അലുമ്പ് വരടാ മച്ചാമാരെ, സീരിയസ്ലി. എടാ ലൊട്ട കാണിക്കല്ല, എടാ കയറാൻ സമയക്കില്ലടാ എല്ലാണ്ടാവും കൂടെ തന്നെ. ഇതെന്ത് പരിപാടി? എന്നെ ഇതേത് വണ്ടിന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അതിൻ്റെ വാതിൽ തുറന്നപ്പോൾ തേണ്ട ഇതിലോട്ട് വന്നു. ഓക്കെ ഗൈസ്, സീരിയസ്ലി ഇതിൻ്റെ ഇതടിച്ചപ്പോൾ ഇങ്ങോട്ടായി. ഓക്കെ ഗൈസ്, സീരിയസ്ലി എന്തായാലും നോക്കാം. ഓക്കെ ഇതിപ്പോൾ ആരെ വണ്ടിയാണ്? ഇത് ആരാണ്? എനിക്ക് പോകണം അബ്ദു ആണെന്നാണ്. ഓക്കെ ഗൈസ്, എടാ ഞാൻ അബ്ദുവിൻ്റെ വണ്ടി. നമ്മൾ എല്ലാവരും ക്യാരവാനിൽ തന്നെ പറഞ്ഞേ. എന്തടിക്കും ബോധം പോശയൊന്നും അടിക്കാത്ത ഭാഗ്യം. കീബോർഡിൻ്റെ ലൊട്ട ക്യാരവാനിൽ. ഓക്കെ എടാ ഇവിടത്തെ ആരെല്ലാം സെറ്റായിട്ടുണ്ട്. ഇവിടെ ചാച്ചിനെന്തെങ്കിലും മിന്നൽ വന്നാ ലൊട്ട ബഗ്ഗെന്നാ? ലൊട്ട യൂട്യൂബ് ബഗ് അടിച്ച് ലൊട്ട അതായിരുന്നു. ഓക്കെ ഗുഡ് ബൈ എന്നാ? ഗുഡ് ബൈയാ? ഓക്കെ ബൈ മനസ്സിലായില്ല. ഓക്കെ പിന്നെ വരാമെന്നായിരിക്കും. അങ്ങനെ ഓക്കെ പിന്നെ വന്നോ. ഓക്കെ മച്ചാ ബിസി ആയിരിക്കും. ഓക്കെ ബ്രോ പാസ് പറ. മോഡറേറ്ററേ ചെക്കനെല്ലാം പറഞ്ഞു കൊടുക്കും മുത്തേ. അത് തന്നെ കണ്ട, ഇതുപോലെ ചെയ്യണം മോഡറേഷൻ, മനസ്സിലായി? എന്തായാലും ഓക്കെ ചെയ്യ്. മൈ ചാറ്റ് നോക്കെന്നാ. മാർക്ക് പോയിട്ട് പറഞ്ഞു മുത്തേ എന്തെല്ലാം.
റെഡ് ബോക്സ് ബ്രോ ഐ ആം യു ഫസ്റ്റ് മോഡറേറ്റർ ആക്ക് പ്ലീസ് ബ്രോ എന്നാ. എടാ മാർക്കോ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ മിന്നലിനെ മോഡറേറ്റർ ആക്കണതിന് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നല്ലേ മച്ചാനെ. നമ്മൾ തൽക്കാലം ആരെങ്കിലും ഒരാൾ ആദ്യം ആക്കി നോക്കട്ട്, അതിന് ശേഷം എന്തിനാണ് രണ്ടാമതൊരാളെ വയ്ക്കുക എന്ന് പറഞ്ഞില്ലായിരുന്നു മച്ചാനെ. ഒരു 5-6 ദിവസം കഴിയിട്ട് ഏകദേശം ഒരാഴ്ചക്കകത്ത് ഇവൻ്റെ മോഡറേഷൻ നമ്മൾ നോക്കും. ഇതല്ലെങ്കിൽ നമ്മൾ അടുത്തൊരാളെ നിയമിക്കും. സത്യം പറയാല്ല, മനസ്സിലായില്ലേ ഗൈസ്? ഇവൻ എല്ലാം ആക്കൂലെങ്കിൽ നമ്മൾ സത്യം എല്ലാം ആക്കുമെന്ന് പറഞ്ഞില്ല, എല്ലാം ആക്കൂല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത്യാവശ്യം നല്ല രീതിയിൽ മോഡറേഷൻ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അടുത്ത ആളെ നിയമിക്കും. അങ്ങനെ ചെയ്യാം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നിന്നെ ആക്കണേ നമുക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ലെങ്കിൽ പിന്നെ ആൾക്കാർ അത് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുവാടാ, വരണം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ വെച്ചാൽ നിന്നെ നമ്മൾ ആക്കാതെ ഒന്നും ഇരിക്കൂല. പിന്നെ അല്ല, അത്രേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് അവൻ്റെ ചേട്ടാണ് കണ്ട ആ മോഡറേഷൻ ലിസ്റ്റിൽ, അപ്പോൾ പിന്നെ അവനെ ആക്കി, അത്രേ ഉള്ളൂ. എല്ലാം കൊള്ളാം, നല്ല ചെയ്യണമില്ലേ, അത് നമുക്കറിയാമല്ലോ. നല്ല മുമ്പ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. വെൽക്കം ടു ദ സ്ട്രീം എന്നാ. അത്രേ ഉള്ളൂ. വെൽക്കം മച്ചാമാരെ. മിന്നൽ വൈറ്റ് ഈസ് എ ഗുഡ് മോഡറേറ്റർ എന്നാ. അത് തന്നെ. ആരോണേ വെൽക്കം അച്ഛാ. ഓക്കെ ആരോ വന്നിട്ടുണ്ടല്ലോ. വെൽക്കം. ഇവിടെ ഇല്ലാണോ പോയാടാ, എൻ്റെ അബ്ദു മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ഞാൻ എനിക്ക് ക്യാമറ ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമാണ്. മനസ്സിലായാലും സത്യം പറയാമല്ലോ, ഈ സാധനം ഭയങ്കര ഉപയോഗമുള്ളൊരു സാധനമാണ്. ഇതാകുമ്പോൾ ഇങ്ങോട്ട് വലിക്കാം, അങ്ങോട്ട് വലിക്കാം, മൊത്തത്തിൽ ഇരുന്ന് വലിച്ച് കളിക്കാം. മനസ്സിലായില്ലേ? എടാ ക്യാമറയുടെ കാര്യമാണ് പറഞ്ഞത്, ലൊട്ട പറയല്ലേ. ഇപ്പം എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട അവസ്ഥയായി വന്നു. ഗൈസ് കള്ളം. എവിടെ അണ്ണനതാ വരാറ്, ഞാൻ കിക്ക് പണിട്ടാറ്. ഇവിടെ കൊച്ചു ഇറക്കാനൊക്കെ എപ്പോൾ വരണം എന്നാണ് ഇത്. എന്തായിരുന്നാണ് കൊച്ചു പിള്ളേരൊക്കെ വന്ന് കയറിക്കണ്ടോ എന്ന് ഞാൻ കണ്ടില്ല. പാത്ത് വരുവാണ്, നൂഴിന്ന് കയറുവാണ് മുത്തേ. സീരിയസ്ലി മുത്തേ, മിറം കിക്ക നട എടുത്ത് കളഞ്ഞു ലോട്ട. സീരിയസ്ലി മുത്തേ, ഇവരൊക്കെ എപ്പോൾ വന്ന് പാത്ത് കയറണം മുത്തേ. സീരിയസ്ലി പാത്ത് കയറണ്ടാ. എവിടെന്നൊക്കെ ഇടുന്നാണ്. എടാ 20 പേര് ഇല്ലടാ. ആരെങ്കിലും വന്ന് കയറട്ടെ, ഞാൻ വീണ്ടും വന്ന് കയറും. അല്ല കയറി നമ്മൾ കിക്ക് വേണ്ട, ഞാൻ പറഞ്ഞുള്ള പേരില്ലാത്ത ആരെങ്കിലും പേരില്ലാത്തവനുണ്ടെങ്കിൽ എടുത്ത് കളയേട്ടാ. ഒന്നുമില്ലെങ്കിൽ ലൊട്ടയെന്നെങ്കിലും പേരിട്ടുണ്ടോ, അത് തന്നെ. ഒരു പേരുടെ അറിഞ്ഞാത്തവനാണെങ്കിൽ ലൊട്ടയെന്നെങ്കിലും ഇട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? എൻ്റെ പേരാ അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കോപ്പി നെയ്മാ, അല്ലാതെ ലൊട്ട പേരായിട്ടുണ്ടോ നമ്മൾ കിക്ക് പണ്ണുവനെ. സത്യമായിട്ടും പിന്നെ പേരില്ലാതെ വന്നാലും കിക്ക് പണ്ണും. പേരില്ലാതെ ഒരുത്തന്നെ വരണ്ട, പേരുടെ അറിഞ്ഞുണ്ടെങ്കിൽ നീ വരണ്ട, അത്രേ ഉള്ളൂ. അല്ല പിന്നെ ക്യാരവാൻ ഒള്ളിയാണോ? ക്യാരവാൻ ട്രിപ്പാണ് വച്ചാൽ. അപ്പോൾ ക്യാരവാനിൽ പോണത് എൻ്റെ ഒരു വൈബ്, അതാണ്. ഞാൻ കാറെ കൊണ്ടുവന്ന് അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തിട്ട് എല്ലായിടത്തും ഈ ഇതിൽ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാരവാൻ പരിപാടി തന്നെ എന്തായാലും. പ്ലെയർ അബ്ദു എന്നാ ഇത് പിന്നെ അറിയാമല്ലേ. എടാ നമ്മൾ നേരത്തെ ബാംഗ്ലൂർ പഠിച്ചല്ലേ ഇത് തന്നെ അറബി എനിക്ക് ചാക്കോശൻ ബ്രോ വെയിറ്റ് ആക്കൂന്നാ. എടാ ഞാൻ ഡ്രൈവ് അതൊക്കെ ഇവൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ. ഞാനല്ല മച്ചാ, ബെസ്റ്റി വെച്ചാൽ ഞാനല്ല. എടാ ഇങ്ങോട്ട് നോക്കട്ട്, ഇവിടെ ഒന്നും ആരും ഇല്ലടാ. എടാ നിങ്ങളെല്ലാവരും കൂടെ എന്തായാലും ക്യാരവാനി വാ, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, ഇതിൽ നമ്മൾ രണ്ടേ ഉള്ളെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ പറ്റണ പോലെ ക്യാരവാനി വാ, അത് മതി. ഇത് ക്യാരവാൻ ട്രിപ്പാണ് കേട്ടാ, ക്യാരവാൻ റേസ് അല്ലേ കേട്ടാ. അർബാൻ ക്രൂയിസർ. ഓക്കെ മച്ചാ, ഓക്കെ. ഇവിടെ പിന്നെ അടുത്തത് എന്തെങ്കിലും ഹാഷിറൊന്നും വന്നേക്കണ്ടാ. TBRMK VIP ടീം അൽബെല്ലാരി. അല്ല അൽബെല്ലാരി അങ്ങനെ. ഓക്കെ ഞാൻ ചോദിച്ചാൽ പെട്ടെന്ന് തെറ്റായിട്ട് വായിച്ചെന്ന്. ഓക്കെ ബഗ്ഗായ നോ ബഗ്. അങ്ങനെ ആവൂലേ അത്രേ ഉള്ളു. ഇവിടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ സംഭവിച്ചോ? ഇല്ല ഇവിടെ ഒന്നും സംഭവിച്ചില്ല. എന്തായാലും നോക്കാം. KL വെഗോയ അതെന്തോന്നാണ് മനസ്സിലായില്ല, സത്യത്തിൽ എനിക്ക് മനസ്സിലായില്ല. ഈ സ്ക്രീൻ ഇങ്ങനെ ലോക്കാക്കാൻ കൂടെ പറ്റിയിരുന്നേ കൊള്ളായിരുന്നല്ലേ. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാത്തി കൂടെ എന്താ പറഞ്ഞൊരു ആ സാധനം ആയിരുന്നു.
ഇവിടെ എങ്ങോട്ട് കൊണ്ടുപോകണം വെച്ചാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അബ്ദു നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ സീരിയസിൽ നമുക്ക് അറിഞ്ഞുകൂടാ. നല്ലൊരു പ്ലേസ് ആയിരിക്കട്ടെ, അത്രേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, നല്ലൊരു പ്ലേസ് ആയിരിക്കട്ടെ, എന്തായാലും നോക്കാം. 200 ഫോളോവേഴ്സ് ആവാറായി എനിക്കെന്നാ മിന്നൽ വെയിറ്റ്. ഓക്കേടാ മച്ചി, ഓക്കെ 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 ഓക്കെ. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ആക്കുന്നത് എടാ മുത്തേ, അങ്ങനെ നിങ്ങൾ പറയില്ല. നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആക്കുന്ന പറഞ്ഞാൽ മുത്തേ നമ്മൾ പ്രൊഫഷണലായിട്ട് അക്കൗണ്ട് തുടങ്ങി വെച്ചാൽ എന്തായാലും നോക്കാം, അത്രേ പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചാനലിൽ കട്ടയ്ക്ക് കൂടെ നിൽക്കണമാരെ നമ്മളാക്കാം, അത്രയും പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, അണിച്ച് ഇപ്പം നമ്മൾ ഒരാളാക്കുവാണെങ്കിൽ ബാക്കി എല്ലാവരും കൂടെ ഒന്ന് എൻ്റെ ചോദിക്കും, അതാണ് പ്രശ്നം. ഇപ്പോൾ മോഡറേറ്ററിൻ്റെ കാര്യം തന്നെ കണ്ടില്ല, നമ്മൾ ഒരാളാക്കിയപ്പോൾ തന്നെ എല്ലാണോ എന്ന് ചോദിക്കാൻ തുടങ്ങിയിരിക്കണം, മനസ്സിലായില്ലേ? അതെല്ലാം നമ്മൾ നോക്കട്ടെ, എനിക്ക് ഇഷ്ടമുള്ളവരാക്കാം, അത്രയും പറഞ്ഞോളൂ. ഓക്കെ ഗൈസ്, എനിക്ക് ഇഷ്ടമുള്ളവരെ ആക്കും, അത്രയും പറഞ്ഞോളൂ. ഇന്ന ആളാക്കുമെന്ന് ഞാൻ പറയാനില്ല. ഓക്കെ ഗൈസ്, ഞാൻ എൻ്റെ ചാനലൊക്കെ ഇങ്ങനെ നോക്കാൻ പറ്റുന്ന ആക്റ്റീവായിട്ട് നമ്മുടെ ചാനലിൽ നിൽക്കണ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവന്മാരെ നമ്മൾ ഫോളോ ആക്കാം, ജെനുവിനായിട്ട് ഇരിക്കണം, മനസ്സിലായില്ലേ ഗൈസ്? അതുകൊണ്ട് അതിൽ ഒട്ടേനെ നമുക്ക് പോയിട്ട് ഫോളോ ആക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അതാണ് ഇറങ്ങാറായ ഇവിടെ 2 പോക്കറ്റ് എടുക്കട്ട്. ഓ അനങ്ങാതിക്ക്, അത്രേ ഉള്ളൂ. ഈ വണ്ടി നിർത്തി ശ്രദ്ധിച്ചില്ല കേട്ടോ, എന്തായാലും നോക്കാം. ഓ പിക്കിട്ടി എടാ മുത്തേ, നീ വണ്ടി നിർത്തി എന്തായാലും നന്നായിട്ടാ മച്ചാ, സീരിയസ്ലി എന്തായാലും നല്ല 2-3 ഇടുക്കാച്ച് പിക്കിട്ടിട്ടുണ്ട് കേട്ടോ മുത്തേ, സീരിയസ്ലി. ഓ കൊള്ളാം. ചാക്കോച്ചൻ ബെസ്റ്റി പറഞ്ഞ മുത്തേ എന്തായാലും മച്ചാ, നിങ്ങൾ മൗണ്ടൈൻ ചെല്ലുകയാണോ എന്താ മച്ചാ? ഞാൻ ഡ്രൈവ് ആക്കണം ബെസ്റ്റി മച്ചാ. നമുക്ക് അറിഞ്ഞൂടെ ചെറുക്കം എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം, എന്തായാലും നല്ല സ്ഥലമായിരിക്കും, അത്ര ഞാൻ പറഞ്ഞോളൂ. അത്രേ നമുക്കൊരു വിശ്വാസം കാണില്ല കേസ്, ഇവർ ഇന്ന ഒരാളെ വണ്ടി കയറിയിരിക്കുമ്പോൾ ഇവർ നല്ലയിടത്ത് പോകുന്നു, അതാണ് നമ്മൾ കയറിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതാണ് എന്തായാലും നോക്കാം. പ്ലെയർ അബ്ദു അത് റേസ് വെച്ചതാന്നാ? ഇവിടെ റേസിൽ ഒട്ടൊന്നും വേണ്ട മുത്തേ, നീ എന്തിനാണ് ഞാൻ നിനക്ക് ഈ വണ്ടി കയറിയിരിക്കണം മുത്തേ, സീരിയസ്ലി മുത്തേ? നല്ല എങ്ങോട്ടെങ്കിലും പോവും, നല്ലൊരു സ്പോട്ടിൽ പോവും, അത്രയാണ് ഞാൻ പറയണത്. ഇന്ന് റേസൊന്നും വയ്ക്കാൻ നിൽക്കാല്ലേ, ഇത് എന്തൊരു പരിപാടി ഞാനാണ് നടക്കണത്. ഇവിടെ റേസും വന്നു തുടങ്ങിയ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവനും കൂടി റേസ് വെച്ചു, അതൊക്കെ ഇപ്പോൾ മൗണ്ടൈനിൽ. അവിടെ നിങ്ങളത് എന്താ നോക്കട്ടെ അതിനിടെ റേസിങ്ങിലോട്ടെ മുത്തേ, നമ്മൾ ക്യാരവാണി കയറി വൈബടിക്കായിരിക്കുമ്പോൾ നിങ്ങൾ റേസിങ്ങിലോട്ടെ, എന്തായാലും കുഴപ്പമില്ല, നോക്കട്ടെ. റേസിങ്ങിലോട്ടെ നിൽക്കാൻ മാറ്റി വെച്ചിട്ട് നല്ല ട്രിപ്പ് വൈബിലാണ്ടിരിക്കണം മുത്തേ, സീരിയസ്ലി. എന്താടാ മുത്തേ നോക്കട്ടെ, ചാരുകട്ടെ മിന്നൽ ഗുഡ് മോഡെന്നാ നോക്കട്ടെ. മച്ചാനെ നിനക്ക് എന്നെ അറിയില്ല, അതാ പ്രോബ്ലം, അറിയുമ്പോൾ മനസ്സിലാവും, സ്നേഹം മാത്രമെന്നാ. സ്നേഹം പരക്കട്ടെ, സ്നേഹം പൂക്കട്ടെ, സ്നേഹം പൂത്തിലേട്ടെ, സീരിയസ്ലി മുത്തേ. സ്നേഹം കടയിൽ കടന്ന് മുന്നോട്ട് പോട്ടത് തന്നെ, എന്തൊരു മറ്റേ ഒഴിവുമല്ല സാധനം, അങ്ങോട്ട് ഒഴിവിട്ടത് തന്നെ, സീരിയസ്ലി. എന്തായാലും നോക്കാം. അടുത്തിപ്പോൾ എങ്ങോട്ട് പോകണം മുത്തേ, സീരിയസ്ലി അബ്ദു? ഇത്രയും പേര് നിന്നെ നോക്കിയിരിക്കണം, മനസ്സിലായില്ലേ? നീ ഒരു കണ്ണാടിയും വെച്ച് എന്തിനാണിക്കണം മുത്തേ, സീരിയസ്ലി? എടാ ഇപ്പം കണ്ണാടി വെച്ചിരിക്കണം, നീ പഠിപ്പിക്കാനാണോ? ഇനി വല്ല പഠിപ്പിക്കുക കേന്ദ്രത്തിലൂടെ നമ്മളെ കൊണ്ട് വിടുമെന്തോ, സത്യം പറയാല്ല. ഇല്ല ഇവിടെ സ്കൂളൊന്നും ഇല്ലല്ലോ. ഇവിടെ സ്കൂളാനുണ്ടോ? എനിക്കറിയാം, ഈ കണ്ണാടി ചുമാരെല്ലാം പഠിപ്പിക്കണം, സത്യം പറയാല്ല, ഒരു പരിധി വരെ. മറ്റേ വല്ലവൻ അറിഞ്ഞൂടെ, ബുജി എടാ ഇത് ഇങ്ങോട്ട് പോണ്, മിക്കവാറും ഞാൻ വേറെ വണ്ടിയിലാണ് കയറേണ്ടി വരും മുത്തേ. നീ നല്ല സ്ഥലത്തോടൊന്നും പോകണില്ല, നീ ചുമ്മാ ചുറ്റിക്കറങ്ങണം മുത്തേ എന്നാണ് എൻ്റെ സംശയം. നോക്കട്ടെ, എന്തായാലും നോക്കാം, 2 മിനിറ്റോടെ നോക്കാം. അതിനുശേഷം എങ്ങോട്ട് എത്തിച്ചില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാം, വേറെ കയറി. ഓക്കെ ഗൈസ്, ഫർഹാൻ ബ്രോ ഹായ് എന്നാ? ഓ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അങ്ങോട്ടാണ് ഫർഹാൻ പോയത്, പിന്നെ ഹായ് പറഞ്ഞു, അങ്ങനെ. ഇവ എവിടെ പോവുകയാണ് കേട്ടോ? അവിടെ നീ ഇതൊന്ന് മാറ്റിക്കോട്ടെ, ഞാൻ ഇതൊന്ന് ഇട്ടോട്ടെ, ഇത് നല്ല ഏണ്ടാ ഇട്ടോട്ടെ, ഇങ്ങനെ ഇട്ടോട്ടെ, അത്യാവശ്യം നൈസായിരിക്കും. എടാ ഇവിടെയാണ് ചെറുക്കാൻ കൊണ്ടുവന്നേക്കണ, ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. വണ്ടി നിർത്തട്ടത് എന്ത് നമ്മൾ പറയാം, ഇവിടെ അല്ലി. എടാ നീ ചോദിക്കും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ശരിയാവില്ല.
മച്ചി നീ എങ്ങോട്ട് പോണ? കേസലോടാ ഇതൊരു അണ്ടർഗ്രൗണ്ടാ? അല്ല അല്ല അല്ല, നമ്മൾ വന്നിട്ടില്ല അധികം, അതുകൊണ്ടാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചു മുത്തേ? ഞാൻ ഇവിടെ എന്തിന് ഈ ലൊട്ട വേൾഡൻ്റെ അടിച്ചിട്ട് ഞാൻ വേറെ എവിടെയെങ്കിലും പോകും നിങ്ങൾ വിചാരിച്ചാ? ഒരിടത്ത് എത്തണമെന്ന് മുടിവ് പണിയിട്ടെന്നാൽ പിന്നെ ഒന്നുകൂടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ എത്തി, മനസ്സിലായില്ലേ മുത്തേ? നമ്മൾ ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്, മനസ്സിലായില്ലേ ഗൈസ്? എവിടെ നിങ്ങളെന്ത് വിചാരിച്ചാ ഞാൻ അങ്ങ് വേറെ എവിടെയെങ്കിലും പോകുന്ന? ഇവിടെ തന്നെ എത്തി. പണപ്പെട്ടി മുത്തേ, പണപ്പെട്ടി. $39,000 മുത്തേ, 39,000 എത്രയേ ഉള്ളു? സ്റ്റോം. സ്റ്റോം എനിക്കറിയാം, ഇടയ്ക്ക് വന്നിട്ടുള്ളതല്ലേ, എനിക്കറിയണം വെച്ചാൽ തന്നെ ഇടയ്ക്ക് വന്നിട്ടുള്ളതാണ്. എടാ നീക്ക് ഇവിടെ എവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ. എടാ ഇതൊന്നുമല്ല, നിങ്ങൾ കണ്ടല്ലേ, നിങ്ങൾ വേറെ കൊണ്ടുപോകില്ല, നിങ്ങൾ ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കണം ലൊട്ടത്തരം. എടാ നിങ്ങളൊന്ന് ഇതാക്കടാ, നിങ്ങൾ എന്തിന് വട്ടം എന്നെ പിടിക്കണം? എന്തെങ്കിലും ലൊട്ടത്തരം. അതാരവിടെ പോണത്? കാറിൻ്റെ മോളിൽ കൂടെ കയറി പോകണില്ലേ? ഇവിടെ ഒരു പാർക്ക് വന്നിട്ടുണ്ടെന്നാ. പാർക്കൊക്കെ വരട്ടെ മുത്തേ, അതൊക്കെ നോക്കാം. നമ്മളാദ്യം ഇങ്ങോട്ട് വെളിയിലോട്ടൊന്ന് ഇറങ്ങട്ടെ. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു സെക്കൻഡേ. എന്തുകൊണ്ട് നീ എന്തിങ്ങനെ? എന്താണ് നിൻ്റെ കുഴപ്പം? ലാസ മച്ചാ വേണ്ട, എന്തിനിങ്ങനെ? എന്താടാ മുത്തേ നിനക്ക് വയ്യേ? ഇവിടെ എന്തിനും ഇങ്ങനെ കുറഞ്ഞു പോകണം? ഇവിടെ എന്ത് വയ്യടാ മുത്തേ? ഇവിടെ എന്ത് സ്കൂളിലെ പരീക്ഷ നീ കുറച്ച് കളയേ? നറൂട്ടോ വന്നിട്ടുണ്ട്. ഇതാരും അർജൻറ്റീനയെ മുത്തേ? ഓൺലി സൂയി മുത്തേ, അല്ല പിന്നെ. അവിടെ എയറോപ്ലെയിൻ്റെ ചിഹ്നം കൊണ്ടുവന്നു. ഇത് ഏത് സാധനം എനിക്ക് നോക്കട്ടെ മുത്തേ? ഏത് അണ്ടകടാകത്തിൻ്റെ അകത്തോട്ട് എന്നെ കൊണ്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ അധികം വരാത്തൊരു സ്പോട്ടാണ് കേട്ടോ ഈ, സത്യം പറയല്ല. ഇവിടെ എന്തൊരു വണ്ടിയടാ, എന്തൊരു വണ്ടി? മിക്കവാറും ഞാൻ കിൽഡോഡിൻ്റെ കയറേണ്ടി വരും കേട്ടോ, നോക്കട്ടെ, പറയത്തില്ല. അവിടേക്ക് ആരാനാണ് ഇവ? എന്തേലും പറ്റി കളറൊക്കെ അടിച്ച് വാരി പൊത്തി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ മുത്തേ. അവൻ കളർ വാരി പൊത്തി പൂശിക്കൊണ്ടാണ് വന്നേക്കണം കേട്ടോ, പറയാതിരിക്കാൻ കേട്ടാ. ഇത് എന്തരടാ വച്ചാ ഇത്? ആരോൺ ജോസഫാ? ആയിക്കോട്ടാ മച്ചാ, എന്തായാലും കൊള്ളാം കേട്ടോ. നീ അത്യാവശ്യം കൊള്ളാം, ലൊട്ടയില്ല, നന്നായിട്ടുണ്ട് ലൊട്ടയില്ല. ഇവിടെ നമുക്കൊരു പോർച്ചുഗൽ കാർ ഇറക്കണം കേട്ടോ, നോക്കണം. നമുക്ക് ക്യാരവാനിൽ കയറിയാലോ? ഹാഷിറുണ്ട്. എടാ ഞാൻ നിൻ്റെ കുറേ നേരം ഇരുന്നാണ്, നീ എന്നെ എങ്ങോട്ടും കൊണ്ടുപോയില്ല. ഇപ്പം നിൻ്റെ കയറില്ല മച്ചാ, പിന്നെ ഞാൻ കയറാം. എന്തൊരു തിരക്കല്ലേ, നമ്മൾ മറ്റേ ചന്തയിൽ പോയി നിൽക്കണ പോലെ ഉണ്ടല്ലേ. ഇവിടെയാണ് ഒടുക്കത്തെ ബഗ്ഗും കൂടുതൽ സ്ഥലമാണ്. ഇവരെന്നെ കൊണ്ട് എന്തായാലും നോക്കാം. ഇവിടെ ഡൂഡിൻ്റെ കയറാൻ നോക്കിയാലോ? ഡൂഡിൻ്റെ നേരത്തെ കയറിയപ്പോൾ മാജിക്കായാണ്, ഒരു വേൾഡിൻ്റെ അടിച്ച് മൊത്തത്തിൽ മാജിക് അടിച്ചാണ്. എന്തായാലും നോക്കട്ടെ, ഡൂഡിൻ്റെ കയറാം. ഡൂഡ് നമ്മളെ നല്ല സ്ഥലത്ത് കൊണ്ടുപോകുക സീരിയസ്ലി, നിങ്ങൾക്ക് തോന്നുന്നു? എന്തായാലും നോക്കാം. ഇതിപ്പോൾ ക്യാരവാൻ ട്രിപ്പല്ല ഗൈസ്, ഇതിപ്പോൾ ക്യാരവാൻ ട്രിപ്പ് വെച്ചാൽ നമ്മൾ എവിടെയും പോകണ്ട, ഇതിൽ പോകാൻ തുടങ്ങിയില്ല. ഇത് എന്ന് വെച്ചാൽ ക്യാരവാൻ സമ്മേളനം, നമ്മൾ ചില പൊതുസമ്മേളനം നടക്കുമല്ലോ മറ്റേ, അതേപോലെ എന്തിനാ സമ്മേളനം, എല്ലാം കൂടെ വണ്ടികളെല്ലാം കൂട്ടമായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് എന്തിനാ കാണിക്കണ പോലെ. ഇതാണ് ട്രിപ്പ്, ഇതൊന്നും ട്രിപ്പല്ല മുത്തേ. ട്രിപ്പ് ആവാൻ വല്ലതും നടക്കണ്ടേ, എവിടെ എത്തണ്ടേ? ഇത് എത്തണില്ല, ഇത് എവിടെ എത്തണില്ല, ഇത് എന്തിനാണ് നടക്കണേ ഇവിടെ? ഇത് എവിടെ എത്തണില്ല. പാർക്കിലോട്ട് പോവാന്നാ, ഇനി എങ്ങാട്ടേലും പോ. ഇനി ഇവ എങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ കേട്ടോ ഗൈസ്. ഇവ ഇനി അടുത്ത വർഷം നമ്മൾ അടുത്തെത്തിയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഒരുത്തൻ്റെ കയറിച്ച് നമ്മൾ വേറെ എങ്ങോട്ടാണ് കൊണ്ടുപോയി. അബ്ദുവിൻ്റെ കയറിച്ച് അബ്ദു കൊണ്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ട് എന്തൊക്കെ റേസിങ് കളിച്ചുകൊണ്ടിരിക്കും ട്രിപ്പിൻ്റെ ഇടയിൽ. എന്തായാലും ശരി, ഇവൻ്റെ കയറിട്ടുണ്ട്, നമ്മൾ കിൽഡ്യൂഡിൻ്റെ കയറിട്ടുണ്ട്. നമ്മളെ പണ്ടത്തെ മെയിൻ ട്രിപ്പ് അടി അവൻ്റെ ക്യാരവാനിലാണ്. പിന്നെ ഇടയ്ക്ക് അവനെ കാണാനില്ലായിരുന്നു, മനസ്സിലായില്ലേ? ഒരു 2 ആഴ്ച മുമ്പൊക്കെ, 3 ആഴ്ച മുമ്പുള്ള ലൈവിലൊക്കെ നോക്കിയാൽ കാണാം. നമ്മളെപ്പോൾ ട്രിപ്പ് പോയാലും അവൻ അവിടെ കാണും, മനസ്സിലായില്ലേ? അവൻ്റെ കയ്യിലാണ് പോകണം മെയിനായിട്ട്. അത്യാവശ്യം കൂടുതലായിട്ട് പോയിട്ടുണ്ട് അവൻ്റെ കയ്യിൽ. ഈ സാധനം ബാക്കിലോട്ട് വലിക്കട്ട്. ലൊട്ട നിൽക്കേ, ഇത് ഇത്തിരി ഇങ്ങോട്ടാ കവനെയും കൂടെ കിട്ടും. ഇതാറാ നീ ഗജനിയാടാ? സൂര്യ എന്തിന് പച്ച കുത്തിച്ച് കാണാൻ തരും? ഇവാറാ സിംഗല്ല ഗജനി സൂര്യ.
എന്താ ഇതൊക്കെ കൊള്ളാൽ ഇതൊക്കെ എന്തരുത് അച്ഛാ എന്തരു നീ ആര് ഇടയോ ഗജനി സൂര്യ കേട്ടോ അവൻ്റെ മുടി കണ്ട മുടി ഗജനിയിലെ സൂര്യയ്ക്ക് മുടി കുറവാണ് പിന്നെ പച്ച ഒത്തിയും വച്ചിട്ടുണ്ട് കണ്ട അറിയാലോ മറ്റേ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം കേട്ടോ സീരിയസ്ലി ആ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റില്ല പരിപാടി അറിയാലോ അത് തന്നെ മൊത്തം ഗജനി സൂര്യ കേട്ടോ ഗജനി സൂര്യ ഇവിടെ ഇന്ന് ആരൊക്കെയാണ് നമ്മളെ റൂമിൽ വരണ ആരൊക്കെ നമ്മളെ റൂമിൽ വരണം ഇന്നലത്തെ റൂമിൽ നമ്മളെ ഷേർഖാൻ വന്ന് അല്ല ഷേർഖാനിലെ അയ്യോ അവൻ്റെ പേര് മറ്റേ ഷേർഖാനിലെ ഷമീർ അല്ല ഒരു എന്തായിരുന്നു ഒരു ഷുക്കൂർ ഖാൻ ഇന്നലെ നമ്മൾ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു താടിയൊക്കെ വെളിയിലോട്ടൊക്കെ എടുത്തിട്ട് മാസ്കും തുരന്നൊക്കെ വന്ന ഒരു താടിയും കൊണ്ടെടുത്താൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ട ഗജനി സൂര്യ വന്ന് മുടി പോലും സെയിം താടി മാത്രം കുറച്ച് ഇതായിട്ടേ ഉള്ളൂ പക്ഷേ സാധനം ശരി തന്നെ ഇത് എന്താരാണെന്നാണ് ഇത് നിങ്ങളൊക്കെ ആരിത് നിങ്ങളൊക്കെ എന്ത് സിനിമാടന്മാരതെല്ലാവരും ഇതൊക്കെ സിനിമാടന്മാരാണ് റൂമിൽ പറഞ്ഞത് സത്യം പറയല്ലേ എന്തിനും അടക്കണം ഇവിടെ എന്നെ സമ്മതിക്കൂലേ ഇതൊക്കെ എന്തിനും ഒത്തേ അടക്കണം ഇവിടെ മുത്തേ ഇന്ന് വല്ല സൂപ്പർ ചാറ്റാ വന്നാ ഇല്ലടാ മുത്തേ ഇന്ന് സൂപ്പർ ചാറ്റൊന്നും വന്നിട്ടില്ല നോക്കാം മുത്തേ കല്ല് നോക്കാം ടുഡേ നോ സൂപ്പർ ചാറ്റ് ബ്രോ സീരിയസ്ലി കല്ല് നോക്കാം ഇവിടെ എല്ലാം സെറ്റ് ഇവിടെ സെറ്റ് ഇന്നത്തെ മെമ്പർഷിപ്പ് ഇല്ലല്ലോ അതൊന്നും അനങ്ങിയിട്ടില്ല എന്തായാലും നോക്കാം ബ്രോ നൈറ്റ് ബസ് മീറ്റ് മാത്രം നടത്താന്നാ ബസ് മീറ്റ് നടത്തണ സന്തോഷമുള്ള കാര്യമാണ് വെച്ചാൽ പക്ഷെ നമ്മളത് ഇടയ്ക്ക് ഒരുപാട് നടത്തിയിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ലേ അത്യാവശ്യം 2-3-4 തവണ കൂടുതലാണ്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതാണ് പിന്നെ കുറച്ച് കാലത്ത് ഈ ഒരു ഗ്യാപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു മനസ്സിലായില്ലേ സെറ്റാക്കാം അത് തന്നെ സെറ്റാക്കാം എന്തായാലും സെറ്റാക്കാം ബ്രോ കിക്ക് ആപ്പിൽ ലൈവ് ഇടുന്ന എടാ മച്ചാ കിക്ക് ആപ്പിൽ ലൈവ് ഇടാന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി യൂട്യൂബിലല്ലേ സപ്പോർട്ട് ആര് വേണേൽ വെച്ചാൽ അതേപോലെ തന്നെ കിക്കിലൊക്കെ എല്ലാവരും കിട്ടണമെന്ന് വെച്ചാൽ അവർ കോൺട്രാക്റ്റ് ഒക്കെ എടുത്ത പറ്റില്ല മനസ്സിലായില്ല അങ്ങനെയൊക്കെ എടുത്താൽ അറിയണം മറ്റേ ഈഗിൾ തൊപ്പിയൊക്കെ ഇട്ടില്ല അവർ പൈസ ഒക്കെ എടുത്തല്ലേ ഉണ്ട് നമ്മളിട്ട് ആര് വരാം അതിൻ്റെ അകത്ത് മനസ്സിലായില്ലേ നമ്മളിപ്പോൾ ഇട്ട് അതിൻ്റെ അകത്ത് ഒരു പൈസ പോലും കിട്ടൂല വലുതായിട്ടൊന്നും അതാണ് കിക്ക് ആപ്പൊക്കെ എനിക്കറിയാം ഈഗിളിൻ്റെ ലൈവൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇവൻ മറ്റേ ലെവനാണ്ടാ എനിക്ക് റൊണാൾഡോ കയറുന്നതിനാണ് ഇപ്പോൾ വന്നത് അർജുൻ അവൻ തന്നെ അവൻ്റെ ക്ലാനൊക്കെ പോയാ ക്ലാനൊന്നും കാണാനില്ലല്ലോ ആരെങ്കിലും ഒരു BMW M8 താന്ന എടാ ആരെന്ന് ചോദിച്ചാ ഇതൊരു കടുവേ എന്തോടാ ആരോൺ ജോസഫ് 1 മന്ത് 25 ലക്ഷം കിക്ക് സാലറി എന്നാ എടാ അത് തൊപ്പി പോപ്പുലർ ആയതുകൊണ്ട് അവന്മാർ വിളിച്ച് കോൺട്രാക്ട് കൊടുത്താണ് ചെയ്യണം മനസ്സിലായില്ലേ വ്യൂസ് ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങനെയല്ല മനസ്സിലായില്ല നമ്മൾ ബിഗിനിയറാണ് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് തൊപ്പി ഇവിടെ നിന്നൊക്കെ തുടങ്ങിയിട്ടാണ് പിന്നെ കിക്കിലോട്ട് കയറിയത് ആ സമയമായപ്പം നമ്മളങ്ങ് എത്തുമ്പോൾ ആ സമയമായപ്പോൾ കിക്കിലോട്ടൊക്കെ നോക്കി പോവാം നോക്കാം എന്തായാലും നമ്മൾ യൂട്യൂബിനെ വിട്ടിട്ട് പോകുന്ന ചാൻസ് ഇല്ല എന്തായാലും നോക്കാം ബ്രദർ എന്നെ മറന്നോ ഇല്ല മച്ചാ ഇല്ല മച്ചാ ഇല്ലടാ മുത്തേനെ മറന്നില്ല ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ മറന്നവനെ 30 ലൈക്സ് കംപ്ലീറ്റ് ആണ് ഓക്കെ മാർക്കോ മച്ചാ ഞാൻ പറഞ്ഞില്ലടാ മുത്തേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 1 വീക്ക് അവൻ്റെ ഇത് നോക്കട്ടെ മോഡറേഷൻ നോക്കട്ടെ അതിന് ശേഷം നമ്മൾ എന്തായിരുന്നു വെച്ചാൽ സെക്കൻഡ് ഒരാളെ വയ്ക്കണമെന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിക്കാം ഓക്കെ ഗൈസ് അല്ല ഉടനെ ഒരു 10-15 വരെ നമ്മളെ ചാനൽ ഇപ്പോൾ വേണ്ട അതുകൊണ്ടാണ് മനസ്സിലല്ലേ ഗൈസ് അതിലൊരു പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇന്നലെ റിമൂവ് ആക്കി എല്ലാവരും പറഞ്ഞില്ലേ മച്ചാ അത് മനസ്സിലാക്കാം മച്ചാ 1 വീക്ക് കഴിയട്ട് അപ്പോൾ ഇവൻ നല്ലപോലെ ചെയ്യുവാണെങ്കിൽ ഒരാളെ വയ്ക്കാം ഇവൻ മോശം ചെയ്താൽ എല്ലാവരും കിക്കാക്കുന്ന നോക്കും ഇവൻ്റെ കയ്യിലാണ് ഇരിക്കണം സത്യം പറയല്ലേ എന്തായാലും നോക്കാം എന്താ മച്ചാ ഇനി നിൻ്റെ ലൈവ് ഫുള്ള് കാണും ഞാൻ ഓക്കെ മച്ചാ താങ്ക് യു മുത്തേ ഇത്ര ഉള്ളു എന്തായാലും നോക്കാം ഇത് എന്തിനു എന്നെ എങ്ങാട്ട് കൊണ്ടുപോകണം എനിക്ക് തോന്നണം വീണ്ടും വേൾഡിൻ്റെ അടിക്കാനുള്ള ഇതിലാണ് പോണത് കേട്ടാ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടാ ഗൈസ് വീണ്ടും എനിക്ക് ഇത് വേൾഡിൻ്റെ അടിക്കാനായിട്ടാണ് ചാൻസ് കേട്ടാ ഇത് എനിക്ക് വിശ്വാസമില്ല എടാ മൊത്തം ഇത് ഇത്രയും കൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂല അത്രേ ഉള്ളു എടുത്ത് ഇവിടെ കൊണ്ട് ഇവൻ ബുദ്ധിയില്ലേ നിനക്ക് ബുദ്ധിയില്ലേ മുത്തേ നീ നേരത്തെ ചെയ്ത് അത് തന്നെ വീണ്ടും ചെയ്ത് 10 മിനിറ്റ് മുന്നേ എന്തിനവൻ ചെയ്ത് അത് തന്നെ വീണ്ടും അവൻ ചെയ്ത് റയൽ മാഡ്രിഡ് കാർ ഇറക്കി നോക്കണമത്തെ നൈസ് നല്ല കാര്യം W എടാ മാർക്ക് സ്പാമോ
സ്പാമെന്ന്. ഓക്കെ 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 ഓക്കെ. എടാ മുത്തേ നീ ഇവിടുന്ന് വണ്ടി മാറ്റാ, ഇത് ബഹിരാകാശത്ത് ഇറങ്ങത്തില്ല. ആ പറയാതെ തന്നെ മാറ്റിയേട്ടാ. എൻ്റെ സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലാവില്ല, നമ്മൾ ട്രിപ്പ് പോകാനായിട്ടാണ് ഓരോ ക്യാരവാനിൽ കയറണത്. ഇവന്മാർ രണ്ടും എന്താണ് മുത്തേ സത്യത്തിൽ കാണിക്കണം മുത്തേ? എടാ നിങ്ങൾ ഒരുത്തൻ മൗണ്ടൈൻ വിട്ട് പിടിക്കണില്ല, വേറൊരുത്തൻ റേസിങ് വെച്ച് കളിക്കണം മുത്തേ. സത്യത്തിൽ നിങ്ങൾ എന്താണ് ഞാൻ വേറെ ആരെങ്കിലും വണ്ടി കയറേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ. റോബളോക്സ് ഇല്ലടാ. നോക്കട്ടെ എനിക്ക് ചാൻസ് ഇല്ല. എന്തായാലും നോക്കാം. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇതൊന്ന് ഇടുവാണ്, അതാണ്. എന്തായാലും നോക്കട്ടെ വച്ചി. ബെസ്റ്റ് ചാർജ് നിനക്കൊരു ഗിഫ്റ്റ് സെറ്റ് ആക്കുന്നുണ്ട്, നീ അതിനെക്കുറിച്ച് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെടാ ഓക്കെ. ഓ മച്ചാ ഓക്കെടാ ഓക്കെ 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 ഓക്കെ. ഇക്ക ഫൈലാക്ക് തരുമെന്നാ അവിടെ എന്തടാ? നിങ്ങൾ കൊടുക്കണോ? ചാറ്റ് പറഞ്ഞാൽ കൊടുക്കാം. ചാറ്റ് പറഞ്ഞ ഒരാൾക്ക് കൊടുക്കാം. അത് തന്നെ, ചാറ്റ് പറഞ്ഞ ഒരാൾക്ക് കൊടുക്കണേ. 5 ലക്ഷം ഞാൻ കൊടുത്തോളാം. ചാറ്റ് പറഞ്ഞാൽ കൊടുക്കാം. മുത്ത നീ ചാറ്റ് എടുത്ത് വെച്ച് വരും മച്ചാ നീ ചാറ്റിനടുത്ത് വരും. ചാറ്റ് പറഞ്ഞാൽ തരാം. എടാ ഇവനെ എനിക്ക് നീ എന്തൊരു കാണിക്കണത്? ഞാൻ ഇറങ്ങേണ്ടിരും കേട്ടോ സത്യം. കെൽഡൂടെ ഇതെന്തിനാണ് നീ കാണിച്ചുകൊണ്ടിരിക്കണം? പണ്ടൊക്കെ നമ്മൾ എത്ര നല്ല ട്രിപ്പ് പോയിട്ടുള്ളതാണ്. ഇതെന്തൊരു നടക്കണം ഇവിടെ? ഹിൽഡൂടെ ഇത് കേൾക്കുവന്നെ, ഇതെന്ത് കാണിക്കണം വെച്ച്? ഇതെന്തൊന്നും ഇത് എവിടെ എത്തണില്ലല്ല. നമ്മൾ അവിടെ പോണ് ഇവിടെ പോണ്, ഇതൊന്നും ആവണില്ലല്ല. ഇത് എന്തൊരു നടക്കണം? എനിക്ക് മിക്കവാറും ഞാൻ ഇറങ്ങട്ടെ അവൻ്റെ വണ്ടിയിൽ നിന്ന്. എന്തോന്ന് കാണിക്കണം? അതാണ് ഞാൻ ഇറങ്ങട്ടെ മച്ചി. എനിക്ക് ഞാൻ നമ്മുടെ ചാക്കോ മച്ചീൻ്റെ വണ്ടി കയറിട്ട് കേട്ടോ മുത്തേ. എനിക്ക് സത്യമല്ല, നീ എന്തൊക്കെ കാണിക്കണം മുത്തേ. എടാ ചാക്കോ മുത്തേ നീ ചാക്കോ നീ കൊണ്ടുപോവാ. ചാക്കോ മുത്തേ ബെസ്റ്റി മച്ചാ. ഇനി ഇവനെ നോക്കട്ടെ. ഇതാണ് ട്രിപ്പ് മുത്തേ. ഉള്ള കാര്യം പറ, ഇതെന്ത് പരിപാടി മുത്തേ? ഒരു ചലഞ്ച് കൊടുക്ക്, ജയിച്ച 5 ലക്ഷം ഒന്ന്. എടാ അത്രയ്ക്കൊക്കെ ഇത് കൊടുക്കണം? 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി അത്രയ്ക്ക് ഒന്നും കൊടുക്കണ്ട മുത്തേ. ചലഞ്ചൊക്കെ കൊടുത്താ ഗ്ലിച്ച് അടിച്ച് ജയിക്കുവാന്ന്. അടിപൊളി മുത്തേ. ഇങ്ങനെയാണ് നല്ല ട്രിപ്പ് കേട്ടോ, നല്ല ട്രിപ്പ്. ഇതൊരു ട്രിപ്പ് ഒരു ശാമനം എത്തില്ല കേട്ടോ മുത്തേ. ഇതാണ് ട്രിപ്പ്. മനസ്സിലായാലേ കൊള്ളാം. എന്തായാലും നോക്കട്ടെ. ഓക്കെടാ ഓക്കെ ഓക്കെ മച്ചാ ഓക്കെ. ഓ സീനില്ല നിൽക്കേ. ഞാൻ റാഞ്ചിട്ട് ഒരാൾക്ക് കൊടുത്താലാ? കേൾഡ്യൂഡ് ഞാൻ സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനിലാണ് ആർക്ക് കൊടുക്കണമെന്ന്. എനിക്ക് നിങ്ങൾ തരണ്ട കേട്ടോ. എനിക്ക് വേണ്ട, എനിക്ക് പൈസ കല്ലാതെ കിട്ടും. എൻ്റെ അത് കുഴപ്പമില്ല. അന്ന് സീനില്ല മുത്തേ, അന്ന് സീനില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാം. ഈ ചാറ്റിൽ ഇപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാം. ചോദിക്കണം ആദ്യത്തെ ആൾക്ക് കൊടുക്കും. ഓക്കെ ഗൈസ്, പുവറാണോ എന്ന് നോക്കിയിട്ട് കൊടുക്കാം. പാവപ്പെട്ടവനും ടൈപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ വായിച്ചതിനെ തെറ്റിയിരുന്നെങ്കിൽ എൻ്റെ മുത്തേ എൻ്റെ ഫാമിലി ഫ്രണ്ട് എല്ലാം പോയേനെ. എൻ്റെ ക്യാരവാൻ കയറുമോ? ഓടാ ഓക്കെ നീ വാ ഞാൻ കയറാം. ഹൾക്ക് വണ്ടി നോക്കുന്ന ഹൾക്ക് വണ്ടിയാ? നീ എവിടെ മൊത്തേ? ഇന്ന് കാണുമ്പോൾ ഒരുത്തനെയും കാണാനില്ല. ആരോൺ ജോസഫിൻ്റെ വണ്ടി ഞാൻ ഒന്ന് കയറട്ടെ. ഒരു ട്രിപ്പ് പോവാൻ മനുഷ്യൻ കിടന്ന പാട് സത്യം പറഞ്ഞ ഇതാണ് മുത്തേ സീരിയസ്ലി പരിപാടി. ഞാൻ പറയണില്ല കൂടുതൽ. ഇവ ബുദ്ധിമാൻ. ലോക്ക് ആദ്യം മാറ്റി മുത്തേ. നീ ബുദ്ധിയില്ല നിനക്ക്? ലോക്ക് മാറ്റി. ലോക്ക് ഇട്ടിട്ട് എൻ്റെ അടുത്ത് കയറാൻ നിനക്ക്? ഇവൻ അതിൻ്റെ അപ്പുറം. ഓക്കെ സെറ്റ് മച്ചാ, സെറ്റ്. പൂവർ സ്പെല്ലിങ് ഇതാണ്. നമുക്ക് അറിയാം, അതാണെന്ന് അറിയാം. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു വെച്ചിട്ടുമ്പോഴേ പെട്ടെന്ന് വായന സ്ലിപ്പായി തെറ്റായി പോയാലേ പറയണ്ടല്ലേ, അതുകൊണ്ടാണ്. നമ്മൾ 3ാമത്തെ ക്യാരവാനിലാണ് ഇപ്പം കയറണം. ആദ്യം കയറി 2 ക്യാരവാനും പ്രോപ്പർ W. ആദ്യം കയറിയപ്പം ഒരുത്തൻ റേസ് ചെയ്യണം, അതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കളിക്കണം. 2ാമത്തെ കയറിയപ്പം അപ്പം എന്തരാ കാണിക്കണം. 3ാമത്തെ ആരോൺ ജോസഫിൻ്റെ ക്യാരവാനിൽ കയറിയിട്ടുണ്ട്. ഇവനെങ്കിലും നമ്മളെ നല്ല ഏതെങ്കിലും സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നു വെച്ചാൽ എനിക്കറിയാം, അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ പറയട്ടില്ലെങ്കിൽ ഇവൻ കൊണ്ടുപോകണേ പോട്ടു. ഇല്ല ഇപ്പം എന്തിനു പറയാൻ മുത്തേ. എന്തായാലും നോക്കാം.
അല്ല ഇപ്പം എന്തിനു പറയാം ഗൈസ്, എന്തായാലും നോക്കാം, ഉള്ള പറയാമല്ലോ. അത് തന്നെ ലോക്ക് മാറ്റുന്ന. ഓക്കെ, അത് ഞാൻ നേരത്തെ ഇട്ടാം. ഇതിരി ഇങ്ങോട്ട് വലിക്കട്ട്, എന്നിട്ട് ഇത്തിരി ഇങ്ങോട്ട് വലിക്കട്ട്, എന്നിട്ട് ഇങ്ങോട്ട് വലിക്കട്ട്, എന്നിട്ട് ഇത്തിരി ടോപ്പ് വ്യൂ. സെറ്റ് മച്ചാ, ഇല്ല ഡബിൾ പിക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സീരിയസ്ലി നല്ല അത്യാവശ്യം നല്ലൊരു പിക്കല്ല, ഒരു വ്യൂ അങ്ങനെ ഇങ്ങനെ ഒരു കാണുന്ന ഒരു ഇതുണ്ടല്ലോ, അത്യാവശ്യം നല്ലൊരു ഇതുണ്ട് കേട്ടോ ഗൈസ്. നൈസ് ആയിട്ടുണ്ടല്ലേടാ. ഷേ ഇതെല്ലാം എന്താണ് എടാ, ഹൈഡ് ചെയ്യുന്നതിൻ്റെ ലൊട്ട ഇല്ലല്ലോ ഇവിടെ. സേവ് ഫോർ ദിസ് കാർ. ഓക്കെ ഓക്കെ ഓക്കെ, പിക്ക് എടുക്കുക ഡബ്ല്യൂ എന്നാ. എടാ പിക്ക് എടുക്കത്തില്ല ഇപ്പം എനിക്ക്. ഞാൻ ഇപ്പം ഇവൻ വണ്ടി നിർത്തിയാലെങ്കിൽ വല്ലതും ചെയ്യത്തുള്ളൂ. ആണ് വെച്ചാൽ ഇവിടെ ഞാൻ ഇപ്പം ഈ ഡ്രോൺ ചിഹ്നത്തിൽ ഞെക്കിയാൽ അത് മൊത്തം ഈ ആംഗിൾ തന്നെ മാറിപ്പോവും. അതൊരു മെയിൻ പ്രശ്നമാണ്. അതല്ലേ പ്രശ്നം. ഞാൻ എന്ത് ചെയ്യും? നെറോട്ടോ പ്ലീസ് സെൻറ്റ് മണി. ഓക്കെ, സെൻറ്റ് മണി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ആദ്യം ചോദിക്കണ ആർക്കും ഒരു 5 ലക്ഷം കൊടുക്കുമെന്ന്. ഓക്കെ ഗൈസ്, ഓക്കെ മച്ച് നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നൈസ്റാ മുത്തേ, നൈസ് കേട്ടോ, നൈസ് നൈസ്. ഇവിടെ ലൊട്ട ഹൈഡ് ചെയ്യതിൻ്റെ ലൊട്ട. ഓക്കെ സെറ്റടാ. ഇത് ഇറങ്ങി പോയാ? ദാരി ദാരി എടാ, അതിനിടെ അതാരും ഒന്ന് കയറി. ഇത് പിക്ക് കിട്ടി നല്ല പിക്ക് കിട്ടി. എടേ ഇവിടെ ഇതാണ് സ്ഥലം, സ്പോട്ട് ഇതാണ് സ്പോട്ട്. ഇതാരും വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് കൈ കാണിക്കണ. ഇതെന്തിരി ഇതിപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഇതാണ് സ്പോട്ട്. ഓ ഹാ, ഓക്കെ ഓക്കെ, ഇതാണ് സ്പോട്ടെന്ന് എടുത്ത്. ഇതേ സ്ഥലം എടാ, റിപ്പയർ കേന്ദ്രം മുത്തേ, റിപ്പയർ കേന്ദ്രമാണെന്ന് തോന്നുന്നത്. ഇത് റിപ്പയർ കേന്ദ്രമല്ലേടാ, മൗണ്ടൈൻ എന്നാ. മൗണ്ടൈനാണോ? പാർക്ക് പോവാമെന്നാ. എടാ പോവെങ്കിൽ നീ പോണ്ടേ? നീ പോവാതെ എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം മുത്തേ, സീരിയസ്ലി പോണ്ടേ മുത്തേ? എന്തൊക്കെയാണെന്നാണ്. മിന്നലെ നീ ലൈവ് ഇടാറില്ലേ എന്നാ? എടാ മിന്നലെ അത് തന്നെ, മിന്നൽ ലൈവ് ഇടാറില്ലേ മച്ചാ? സീരിയസ്ലി ബ്രോ. എടാ എനിക്ക് വേണ്ട, ഇതൊന്ന് 500 5000. ഓക്കെ 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 ഓക്കെ. ഇതാരടേ? ഇതിപ്പോൾ ആര്? ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. എന്തായാലും നോക്കാം. ഉർബാൻ ക്ലോയ്സറാ. നീ കയറിയാലോ? അവിടുത്തെ ഇപ്പോൾ എല്ലാ ക്യാരവാലും നമ്മൾ കയറിക്കൊണ്ടിരിക്കുവാണ്, പക്ഷേ എങ്ങും എത്തണമില്ല. അതാണ് ഉള്ള കാര്യം പറയാമല്ലോ. എനിക്ക് അറിഞ്ഞുകൂടെ എന്താണെന്ന് വെച്ചാൽ അവന്മാർ സൂപ്പർ പക്ഷെ നല്ല ട്രിപ്പ്. കരോളിക്ക് ഇവൻ്റെയിൽ ഇതിലെങ്കിലും ഒന്ന് കയറണം. അയ്യോ സീറ്റ് മാറിപ്പോയാൽ എന്തോ. അയ്യോ ലൊട്ട സീറ്റ് എനിക്ക് വേണ്ട. ഓ ഇവിടെ നൈസ് സ്ഥലമാണിത്. ഷേ ഇവനെല്ലാം ഇറങ്ങിപ്പോയാ? എടാ ഞാൻ കരോളിക്ക് കാരവാനി കയറിയപ്പോൾ എല്ലാം ഇറങ്ങിപ്പോയാടാ. ഇതാരി കണ്ണടിച്ച ആള് എന്തൊക്കെയാണെന്നാണ്. ഇല്ലടാ മൊണ്ടിയാണെന്നാ. ഓക്കെ മുത്തേ, മിന്നലില്ല ഇവിടെ അറിയില്ലെന്ന്. ഓക്കെ വെറുതെ വെക്കടാ വെച്ചാൽ. ഓക്കെ എന്നെ ഫോളോ ആക്കാമോ? എടാ അതൊക്കെ ഡ്രൈവറിൻ്റെ അടുത്ത് ഒരു വെച്ച് നമ്മളൊന്നും അല്ല മുത്തേ, അതിൽ ഇടപെടാറില്ല. ഒരു സ്ഥലത്തോട്ട് പോകണില്ല. എന്തൊക്കെയാണെന്നാണ്. ഒരു ട്രിപ്പാണിത് മുത്തേ, ഒരു ട്രിപ്പ്. എനിക്ക് പോകണം സത്യം പറഞ്ഞാൽ ഇതുവരെ പോയിട്ടുള്ളതിൽ കാരവാനിൽ മൊണ്ടി അടിച്ചൊരു ട്രിപ്പ് ഇതാണ് കേട്ടോ. മൊണ്ടി ട്രിപ്പ് സത്യം പറയാമല്ലോ, ഇതുവരെ ഉള്ളതിൽ വെച്ച് മൊണ്ടി ട്രിപ്പ് ഇതാണ്. അതായത് ഭയങ്കരമായിട്ട് മൊണ്ടി അടിപ്പിക്കണം എല്ലാവരും കൂടെ. നല്ലൊരു സ്ഥലം ഇല്ലായിട്ടാണ് മുത്തേ, സീരിയസ്ലി മുത്തേ, ഇത്രയും ഒരു സ്ഥലം ഇല്ലായിട്ടാണ് നിങ്ങൾ മൊണ്ടി അടിപ്പിക്കണ്ടാ മുത്തേ. സത്യം പറയാമല്ലോ, നിങ്ങൾ എന്ത് പരിപാടി മുത്തേ, സീരിയസ്ലി ഗൈസ്. എല്ലാം കുഴപ്പമില്ല. എന്തായാലും നമ്മളെ ട്രിപ്പ് കയറിയ സ്ഥിതിക്ക് നമ്മളിപ്പോൾ അടിച്ചിട്ടേ പോകണം. ഓക്കെ ഗൈസ്, ഉള്ള കാര്യം പറയാമല്ലോ. എന്തായാലും നോക്കാം. ചാറ്റ് നോക്കട്ടെ. എൻ്റെ ഹൾക്ക് വേണ്ടി നോക്കാം. ഓക്കെ ഹൾക്ക് വേണ്ടി ഞാൻ കണ്ടില്ലടാ, നോക്കായിരുന്നു. BSC അറിഞ്ഞ ഒരു ഗിഫ്റ്റ്. ഓക്കെ അത് റെഡ് ഫോക്സ്, ഞാൻ കണ്ണാടി വെച്ച ആൾ. ഓക്കെ കണ്ട്.
റുബെക്സ് ലുക്കിലടാ, റുബെക്സ് മച്ചാൻ ലുക്കിൽ കണ്ട കണ്ട. പാർക്ക് എവിടെയെന്നാ അടി ഇവന്മാരും ബുദ്ധിമാന്മാരാണെന്നാണ് കേട്ടോ തോന്നുന്നത് കേട്ടോ. സീരിയസ്ലി ഇവന്മാർ പാർക്ക് എവിടെയെന്ന് നിങ്ങളിനി പാർക്ക് കണ്ടുപിടിച്ചിട്ട് എടാ ഈ ഒരു ലൈവ് അവസാനിക്കണതിന് മുന്നേ എനിക്കൊരു ട്രിപ്പ് നിങ്ങൾ എന്നെ കൊണ്ട് പോവാടാ മച്ചന്മാരെ. ഈ അടുത്ത വർഷത്തിലങ്ങനെ എനിക്ക് ട്രിപ്പ് പോകാൻ പറ്റൂടാ. ഇതെന്തോന്നടാ നിങ്ങളിത് എന്തോന്നിത് ട്രിപ്പെന്ന് പറഞ്ഞിട്ട് കളിക്കണം എല്ലാവരും കൂടെ. ഒരു ട്രിപ്പിനാണ് ഇത്രയും പാട്. സത്യം പറയാലോ മൊത്തേ വൈ ബ്രോ, സീരിയസ്ലി വൈ എതുക്കടാ ഇവളോ ടൈം ഒന്നൊക്കെ എതുക്ക് എന്തായാലും പോട്ട്. എടാ ഒന്നുമില്ലെങ്കിൽ ആ മലയുടെ മുകളിലെങ്കിലും ഒന്ന് കയറ്റടാ. ഏറ്റവും അടുത്തുള്ള സ്ഥലമല്ലേടാ മുത്ത്. എന്തെങ്കിലും നീ ചെയ്യും, എവിടെയെങ്കിലും പോകട്ടാ. സീരിയസ്ലി പറയാല്ലേ, നീ എവിടെയെങ്കിലും ഒന്ന് പോ. അല്ലാതെ പിന്നെ ഇത് ഒരിടത്തും എത്തിക്കാതെ ചുമ്മാ വിട്ട് കറങ്ങിക്കൊണ്ടിരുന്ന മുത്ത്. എനിക്ക് ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു കാർ എടുത്ത് അങ്ങ് പോകുന്നു. ഒരു കാർ എടുത്ത് ഞാൻ ഒരു ട്രിപ്പ് അങ്ങ് പോകും, അത്രേ ഉള്ളൂ. അല്ല പിന്നെ കളിക്കണം. എന്തായാലും നോക്കാം. റോബ്ലോക്സ് ഞാനെന്നാ എന്ന് വെച്ചാ നീ റോബ്ലോക്സ് റോബ്ലോക്സ് കളിക്കണം എങ്ങനെ മാർക്കോ. നിൻ്റെ അടുത്ത് 1 തവണ പറഞ്ഞ് 2 തവണ പറഞ്ഞ് 3 തവണ പറഞ്ഞ് 4 തവണ പറഞ്ഞ് നീ കേൾക്കണില്ലേ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നല്ലൊരു സ്ഥലത്തോട്ട് നല്ല സ്ഥലമാണോ ഇത് പോണേ? ഇതെല്ലാം അറിഞ്ഞൂടാ. ഇവിടെ വല്ലതും ചെയ്യാണ്ട? ഇവിടെ ഒന്നും ചെയ്യാനില്ല. എടാ ഇവനൊക്കെ എന്തിരി ഇവനൊക്കെ എടാ ഇവന്മാര് എടാ എന്നെ നിങ്ങൾ ട്രിപ്പ് പോകാൻ സമ്മതിക്കൂട്ടാ. നിൻ്റെയൊക്കെ അടുത്ത് ക്യാരവാൻ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞു പോയി. എൻ്റെ തെറ്റ്. നിൻ്റെയൊക്കെ അടുത്ത് ക്യാരവാൻ കൊണ്ടുവരാൻ പറഞ്ഞ് എൻ്റെ തെറ്റ്. എടാ എന്താടാ നിനക്കൊക്കെ വയ്യടത് എന്താടാ ഒരുത്ത റേസ് കളിച്ച്, ഒരുത്തൻ അങ്ങോട്ടേക്കായിട്ട് പാഞ്ഞ് കളിച്ച് വണ്ടി ഓടിച്ച് സമയം കളഞ്ഞ്, വേറൊരുത്തൻ റിപ്പയറിൻ്റെ അവിടെ കൊണ്ട് കയറ്റി കൊടുത്തേക്കണം. ഞാൻ എന്ത് പറയട്ടെ അവൻ്റെ അടുത്ത് റിപ്പയറിൻ്റെ അവിടെ ട്രിപ്പെന്നും പറഞ്ഞ് കൊണ്ടുപോയത്. 4ാമത്തം കണ്ട ബഗ് ലൊട്ട എൻ്റെ ഇടയിൽ കൊണ്ട് കയറ്റി എന്നെ. എടാ നിങ്ങൾക്കൊക്കെ എന്താടാ നിങ്ങൾക്ക് സത്യത്തിൽ വയ്യേ? എടാ നിങ്ങളല്ലേ എന്താടാ ഇത് എന്തിനാ കാണിക്കണല്ലാണോ കൂടെ? ഒരുത്തന്നെ വണ്ടിയിൽ ഞാൻ കയറില്ല. നോക്കിയോ ഇത് നോക്കൂല. അത് തന്നെ ഇത് നോക്കിക്കൊണ്ടിരുന്ന വല്ല എൻ്റെ വണ്ടിയിൽ പോയി കയറണതിന് ഇത് ഞാൻ ഓഫാക്കിയിട്ട് അത് തന്നെ. ഇതാര് വേണം നീ കയറി. ഞാൻ എൻ്റെ സ്വന്തം വണ്ടി ഞാൻ പോകാൻ പോകണം. എനിക്ക് ഇഷ്ടമുള്ള ഇടത്ത് വേണേ കൂടെ വാ, അത്രേ ഉള്ളൂ. എടാ ഇവനാര് ഓടാ നീ ഇതിനിടയിൽ വന്ന് കയറിക്കോളൂ. ഇതാ ഓഫാക്കട്ടെ. എനിക്കരടാ സാരം, നിങ്ങളാരും വരണ്ട. അല്ല പിന്നെ കളിക്കണ. എടാ എല്ലാടേയും ഇവർക്ക് ബുദ്ധിയില്ലാത്തമാരെല്ലാണോ എല്ലാണോ അല്ല കുറച്ചെണ്ണം ട്രിപ്പെന്ന് പറഞ്ഞ് കളിക്കണല്ലാണോ കൂടെ. സീരിയസ്ലി ബുദ്ധിയില്ല എന്നാണ് ഇത്തിരി സമയം കളയാനായിട്ട് ചുമ്മാ ഇത് ലൊട്ട കാണിക്കേണ്ടത്. അതാണ്. എടാ എനിക്ക് നല്ല സ്ഥലത്തോട്ട് പോകണം, ഞാൻ ഒരു സ്വന്തമായിട്ട് സ്ഥലം തീരുമാനിച്ച് അങ്ങോട്ട് പോകാൻ പോകണം. നീയൊക്കെ വേണേ കൂടാ. അല്ലേ പിന്നെ കളിക്കണം. ഇത്രയും നേരം നിൻ്റെ വണ്ടി കയറുന്ന ചെന്തിരി ലെറ്റോക്സ് കയറണം. ഒരു ലൊട്ടയിലും കയറാൻ പോകില്ല. എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്, അതിൽ കയറി പോയിക്കോളാം. ഞാൻ മതിയായി, എനിക്ക് കയറിയിട്ടെങ്കിൽ മതിയായി. ഇത് തന്നെ ഒന്നുമില്ലെങ്കിൽ ഇവിടെയെങ്കിലും പോകായിരുന്നു. ഒരു ലോട്ടെ അറണത്തിന് ഇവിടെ നല്ല സൂപ്പറായിട്ട് കാണാൻ പറ്റുന്ന സ്ഥലമാണ്. ഇവിടെയെങ്കിലും പോകാം. ഞാൻ നമ്മുടെ ഫുട്ബോൾ കേന്ദ്രത്തിൽ പോകാൻ പോകണം. നമ്മുടെ ഫുട്ബോൾ കേന്ദ്രത്തിലോട്ട് ഞാൻ പോകാൻ പോകണം. ഓക്കെ കൂടെ വേണേ വന്നാൽ ഞാൻ ഒരുത്തരായിട്ട് ചാറ്റ് പോലും ഞാൻ ചാറ്റ് സൈഡ് ഓഫാക്കി വെച്ചിരിക്കണം. സീരിയസ്ലി ഇതെന്തിനും കളിക്കണമല്ലോ കൂടെ. അടുത്തവൻ്റെ കാരവല്ല കാറിലെ കയറി ഇനി അവൻ്റെ അടുത്ത ഇതും കൊണ്ടൊരു 10 തവണ അങ്ങോട്ടും ഇങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കളിക്കും. ഏടാമത്തെ ബുദ്ധിയില്ലാത്ത മാറ എന്ത് ലോട്ട എന്നാണ് ഇത്. ഒരു സ്ഥലം അറിഞ്ഞൂറാ നിങ്ങളൊക്കെ എന്തിനാ കാണിക്കണ? വരില്ല അവൻ്റെയൊക്കെ വണ്ടിയിൽ ഞാൻ ഇന്നാളും കൂടെ പോയാണ്. അബ്ദുവിൻ്റെ വണ്ടി ഇന്നാളും കൂടെ ട്രിപ്പ് പോയാണ്. ഇപ്പോൾ അവൻ വേറെ എന്തിനാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഡ്യൂഡിൻ്റെ വണ്ടിയിൽ നമ്മൾ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ട്. ഡ്യൂഡൊക്കെ എന്തിനു കാണിക്കണം അവിടെ? ഡ്യൂഡൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് കളിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ ആരോൺ ജോസഫിൻ്റെ വണ്ടി ആദ്യമായിട്ട് കയറണതാണ്. അവൻ കൊണ്ട് റിപ്പയർ ചെയ്യണം, അവിടെ കൊണ്ട് കയറ്റിക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല. എനിക്ക് ഇതാണ് സ്ഥലമെന്ന്. പിന്നെ ആരെ ഞാൻ കയറി, പിന്നെ ഒരുത്തൻ്റെ കയറി. അവനെ കണ്ടല്ല, അവൻ കൊണ്ട് ബഗ്ഗുള്ള ഇടത്ത് കൊണ്ട് കയറ്റി കൊടുത്തേക്കണം. എവിടെ എന്തിനാ വച്ചാൽ മതി നിങ്ങൾ കാണിക്കണം? സത്യം പറയാലത് എന്തിനു മുത്തേ? ഇതാണ് ട്രിപ്പ്. ഒരു സ്ഥലത്ത് പോകാൻ പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടെ എന്തിനാ എവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്?
എന്തായാലും കുഴപ്പമില്ല. നമുക്ക് തൽക്കാലം ഞാൻ എൻ്റെ കാറിൽ തന്നെ ആ ട്രിപ്പ് അങ്ങ് പോയി ഇതാക്കാം. ഫുട്ബോൾ സ്റ്റേഡിയം പോട്ടെ ആദ്യം. ഇങ്ങോട്ട് വെച്ച് പിടിക്കാം. ഇടിക്കാതെ പോകണം. ഇടിച്ചാൽ ഒട്ടയടിക്കാനായിട്ട് കുഴപ്പമില്ല. ഇടിച്ചാന്നാണ് ഞാൻ ഒന്നും കുഴപ്പമില്ല. എന്തായാലും ഒരു നല്ല വലിയ ട്രിപ്പായിരുന്നു കേട്ടോ. വലിയ മൊണ്ടി ട്രിപ്പായിരുന്നു. കുഴപ്പമില്ല. സമയം എടുത്ത് അതാണ് മനസ്സിലായില്ലേ. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. വേറെ ഒട്ടയൊന്നും നടന്നില്ല ഇന്ന ഇടയിൽ കയറി മനസ്സിലായില്ലേ. സമയം ഭയങ്കര എടുത്തുപോയി. ഞാൻ ഇനിയില്ലെങ്കിൽ സ്പോട്ട് പറയേണ്ടി വരും. ഇവന്മാർ നല്ല സ്ഥലത്തോട്ട് പോകാൻ പറയുമ്പോൾ ഇവന്മാർ വേറെ എന്തിനാണ് കാണിക്കുന്നത്. നല്ല സ്പോട്ട് ഞാൻ തന്നെ മിക്കവാറും പറയേണ്ടി വരും. ഇനി മുതൽ ഇന്നടത്ത് പോകുമെന്ന് നമ്മൾ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ ഇവർക്ക് ഇത്ര ഇതില്ലടാ. അറിഞ്ഞുകൂടെ ഒരു സ്ഥലം, ഇന്നൊരു സ്ഥലം ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തോട്ട് കയറ്റിക്കൂടെ. അങ്ങനെ പറയണ്ട. അങ്ങനെ കൊണ്ട് കയറ്റും. നേരത്തെ കണ്ട വേൾഡൻ്റി കൊണ്ട് കയറ്റും. പറയാതിരിക്കാൻ വയ്യ. അവിടെ ചാറ്റൊക്കെ വരാൻ പറ്റണേ നോക്കാം. ഇപ്പോൾ ഞാൻ വലിയ കാര്യം ബിസി ആയിട്ടിരിക്കണം. മൊത്തം സീരിയസ്ലി ഞാൻ ഇപ്പോൾ വണ്ടി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിനിടെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. ഓക്കെ ഗൈസ്. കേടി നവാബ് ഇന്ന് നമുക്കൊരു സൂപ്പർ ചാറ്റ് വന്നില്ലല്ലേ. ഇന്ന് സൂപ്പർ ചാറ്റ് വന്നില്ല. ഒരു മെമ്പർഷിപ്പ് നനങ്ങാത്ത. അതാണ് ഞാൻ സത്യം പറഞ്ഞാൽ അതിശയിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു മെമ്പർഷിപ്പ് ഇല്ലടാ. 59 രൂപയാണ് ഏറ്റവും. എനിക്ക് വെച്ചാൽ 29 രൂപ വരെ കാണിച്ചില്ല. എനിക്ക് ഓപ്ഷൻ കാണിച്ചില്ല. 59 രൂപയാണ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ മെമ്പർഷിപ്പ് വയ്ക്കാൻ കാണിച്ചത്. അപ്പോൾ 59 രൂപയ്ക്ക് പറഞ്ഞാൽ വെച്ചിട്ടുണ്ട്. പക്ഷേ ആരും എടുത്തില്ല. സീരിയസ്ലി ബ്രോ എന്തെല്ലാണെന്ന്. ഒരു മെമ്പർഷിപ്പ് ഒന്നുമില്ലടാ. ഫസ്റ്റ് മെമ്പർ ആരാണ് ഇതുവരെ ഒന്നും ആയില്ല. ഗൈസ് എല്ലാം ഒരുത്തരെങ്കിലും എടുത്തൂടെ. ലൊട്ടാച്ചാൽ സീരിയസ്ലി പറയാതിരിക്കാൻ വയ്യ. കുഴപ്പമില്ല. നിങ്ങൾ കാണാൻ പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. എന്നാലും ഇതുവരെ ആരും എടുത്തില്ല. അതിൻ്റെ ഒരു ഇത് പറഞ്ഞാണ്. ഓക്കെ എന്തായാലും നോക്കാം. അപ്പോൾ അതിലാരെങ്കിലും എടുക്കുമല്ലോ. അപ്പോൾ നോക്കാം ആരാണ് ആദ്യത്തെ മെമ്പർ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ആകാംക്ഷ മനസ്സിലായില്ലേ. എന്ന് വെച്ചാൽ ഇന്നലെ സൂപ്പർ ചാറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് ആരാണ് സൂപ്പർ ചാറ്റ് നമ്മൾ ലൈവിൽ ആദ്യം ചോദിച്ചാൽ അത് കിട്ടി. മനസ്സിലായി. അതേപോലെ മെമ്പർ ആരായിരിക്കും അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും നോക്കാം. ഇത്തിക്കൂടെ റിവേഴ്സ് പിടിക്കാം. ഇതെന്തൊരു സാധനം. ഇത് ഡ്രിഫ്റ്റ് വളഞ്ഞ് തിരിഞ്ഞൊക്കെ വന്ന വണ്ടിയുടെ ടയറിൻ്റെ സാധനം അതാണ്. അങ്ങോട്ട് വെച്ച് പിടിക്കാം. തോന്നുന്നു അങ്ങോട്ട് പോവാം. അങ്ങോട്ട് കയറാമത്തെ കണ്ട് കയറാം. ഇതൊന്നും സ്പീഡില്ലാത്ത ലോട്ടാ. ഇതിലങ്ങോട്ട് നോക്കാണ്ട് പോവാം. ഫുട്ബോൾ കളിക്കപ്പോൾ എന്തായാലും ഇറങ്ങണ്ട. മൊത്തം സീരിയസ്ലി എന്തായാലും നോക്കാം. ഇങ്ങോട്ട് കയറാം. അദ്വൈത് നമ്മളെ അൺമോഡാക്കിയത് എന്താ എടാ മുത്തേ. നമ്മൾ നിന്നെ മാത്രമല്ല എല്ലാവരും നമ്മൾ അൺമോഡാക്കിയായിരുന്നു. പിന്നെ ഇന്നൊരു ജസ്റ്റ് ഒരു ടെസ്റ്റ് പോലെ മനസ്സിലായില്ലേ. എങ്ങനെ ഇരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം താൽക്കാലികമായിട്ട് ഒരു 1 വീക്ക് അവനെ മിന്നലിനൊരു മോഡറേറ്ററാക്കി വെച്ചേക്കണം. നമ്മൾ തൽക്കാലത്തേക്ക് എല്ലാവരും അൺമോഡാക്കിയിട്ടുണ്ട്. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ കഴിഞ്ഞ 2 ലൈവിലായിട്ട് പറഞ്ഞായിരുന്നു വെച്ചാൽ. നമ്മളിനി അതെങ്ങനെയാണ് ഒരു കാര്യത്തിൻ്റെ 10 തവണ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണമെന്ന് പറഞ്ഞു വിടും കേട്ടോ വെച്ചാൽ. അപ്പോൾ എന്തെങ്കിലും പറയാം. കഴിഞ്ഞ ലൈവിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു വെച്ചാൽ. കഴിഞ്ഞ ലൈവിൽ ഒരുപാട് വിശദമായിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. തൽക്കാലത്തേക്ക് ഇപ്പോൾ വേണ്ടെന്ന് ഒരു തീരുമാനം എടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ അവരെല്ലാം കൂടെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഒരു 1 വീക്ക് ടെസ്റ്റ് പോലെയാണ് ഇപ്പോൾ മിന്നലിൻ്റെ മാത്രം വച്ചേക്കണം. മനസ്സിലായില്ലേ ഗൈസ്? അത്രയേ ഉള്ളൂ. അതാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. വേറെ ഒന്നുമില്ല. അവൻ്റെ മോഡറേഷൻ കണ്ടിട്ടാണ് നമ്മൾ ബാക്കിയുള്ള വേണോ വേണ്ടേ അത് തീരുമാനിക്കണം. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവിടെ ഇങ്ങനെ വിക്കെടുക്കാം. ഇതാരി എടാ ഇത് കണ്ടാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അവൻ ഓർമ്മ വേണ്ടാ. ബുജീൻ്റെ ലുക്കിലാണ് ഇപ്പോൾ അർജുൻ വന്നിരിക്കുന്നത്. ആ ഒരു ഇതുണ്ടല്ലേ ക്ലാൻ ഡ്രസ് ലുക്ക്.
എത്ര കൈയൊക്കെ ജോയിലാണോ എടാ ജോയിൽ എടാ ഇത് ഈ ലുക്കാണ് ഈ ജോയിലാണ് ഓർമ്മ നമ്മളെ ഛർദി ജോയിലുണ്ടല്ലേ ഛർദി ജോയിൽ സീരിയസ്ലി വെച്ച് കൊള്ളാം എടാ എടാ ഗിറ്റാർ വായനാണ് മുത്തേ നിങ്ങളെ മനസ്സ് ലൊട്ട പോലെ ഓല ക്ലാസ്സിൽ ഗിറ്റാർ വായിക്കണം അതിന് വേണ്ടിയിട്ടുള്ളൊരു മോട്ട് മനസ്സിലായില്ലേ കേസ് എടാ ഞാൻ ഇതിൻ്റെ ഡോക്ടർ സ്ട്രേഞ്ച് ആയാലേ മൊത്തേ മിക്കവാറും ഞാൻ ഡോക്ടർ സ്ട്രേഞ്ച് ആവേണ്ടി വരും എല്ലായിടത്തും ടെലിപ്പോർട്ട് അടിച്ച് പോയാലും ഇവിടെ നിന്ന് അത് നടക്കും എനിക്ക് ഇത് സ്ട്രേഞ്ച് ആവാം ഡോട്ടാ സ്ട്രേഞ്ച് ആവാം ഞാൻ നേരെ താനസിൻ്റെ അടുത്ത് പോയാലോ സീരിയസ്ലി ഇങ്ങോട്ടോട്ടെ ഫുട്ബോൾ ഇപ്പോൾ എന്തായാലും കളിക്കാൻ വേണം വെച്ചാൽ ഫുട്ബോൾ ഇപ്പോൾ കളിക്കാൻ പിന്നെ ഞാൻ കളിക്കാം എന്തൊരു പിന്നെ ഇതാരി എല്ലാം കഴിഞ്ഞപ്പോൾ ആരാ വന്നത് എടാ എല്ലാം കഴിഞ്ഞപ്പോൾ ഒന്ന് കയറിയിട്ടുണ്ട് ചേരി സീരിയസ്ലി തോന്നുന്നു അവിടെ എന്തൊരു സാധനം ഇത് കൊള്ളാല ഇത് കയറാൻ പറ്റൂ ഏടാ ഇത് കയറാൻ പറ്റിയിരുന്നേ കൊള്ളായിരുന്നു സംഭവം നൈസ് ആയിട്ടുണ്ടല്ലേ കയറാൻ ഓപ്ഷൻ വായു സാധനോടാ നിൽക്കാം ഒരു സെക്കൻഡ് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ലാസ് വേണ്ട കേട്ടാ ചോട്ടെ അവിടെ ഇത് കയറാൻ പറ്റുള്ളൂ ഇത് കയറാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സംഭവം എൻ്റെ ടോപ്പിൽ കയറായിരുന്നു കണ്ടാ ഈ സാധനം കൊണ്ടാ ഡബിളി സാധനം അല്ലേ കയറത്തില്ല എൻ്റെ കാറിന് ഇങ്ങോട്ട് പോയല്ലോ എൻ്റെ കാറിൻ്റെ ഇവിടെ എൻ്റെ കാർ എവിടെ അവിടെ ഉണ്ട് നടന്ന് അങ്ങോട്ട് പോ പതിയെ പോവാം പിടയ്ക്കണ്ട ഇവിടെ കൊള്ളാടെ ഇങ്ങനെ വളച്ച് തിരിച്ചെടുത്ത സംഭവം കണ്ട ഇത് കൊള്ളാം അല്ലേ ഗൈസ് എടാ മുത്ത് ഇവിടെ ചെങ്ങ് ഇതാക്കിയാൽ ഇറങ്ങിയാലാ എടാ മുത്തേ ഞാൻ പറയട്ടെ നമ്മളൊരു ട്രിപ്പ് ഇന്ന് കാരവാൻ ട്രിപ്പ് ഇന്ന് വെച്ചതാണ് ഒരു ഫോട്ടോ എടുത്താലേ നൈസായിരിക്കും ആ ട്രിപ്പ് നമ്മളങ്ങനെ ഇവിടെ കൊണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട് എൻ്റെ മുത്തേ ഈ ട്രിപ്പിന് നല്ലൊരു ടൈം എടുത്തു വേറൊന്നും കൊണ്ടല്ല നമ്മൾ കയറിയ 4 കാരവാനും നല്ല സൂപ്പറായിരുന്നു ഒമാരെന്താണ് കാണിച്ചത് എനിക്കൊരു പിടിയും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പിന്നെ 5ാമതൊരു കാരവാനിൽ കയറാതെ ഞാൻ എൻ്റെ വണ്ടി എടുത്ത് വേണ്ട നല്ല മര്യാദയ്ക്ക് ട്രിപ്പ് ഓടിച്ച് വന്നിട്ടുണ്ട് മുത്തേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശരി നല്ലൊരു ട്രിപ്പായിരുന്നു കുറച്ച് വൈകിപ്പോയി അത് ഞാൻ കാരണമല്ല നിങ്ങൾ കണ്ടല്ല അപ്പോൾ എന്തായാലും ഗൈസ് ഈ റൂം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം നെക്സ്റ്റ് റൂം നോക്കാം ഗൈസ് ഇറങ്ങട്ട് ഗൈസ് നെക്സ്റ്റ് റൂം ഗൈസ്